മുന്നോക്ക വിഭാഗത്തിലെ സാമ്പത്തിക സംവരണത്തെ പറ്റി പഠിക്കാൻ കേരള സർക്കാർ നിയമിച്ച രണ്ടംഗ സമിതിയാണ് ജി.കെ. ശശിധരൻ നായർ ചെയർമാനും കെ. രാജഗോപാലൻ നായരും ഉള്ള ഒരു സമിതി. അപ്പൊ ഈ ഒരു എക്കണോമിക്കൽ വീക്കർ സെഷനെ പറ്റിയിട്ട് സാമ്പത്തിക സംവരണത്തെ പറ്റിയിട്ടൊക്കെ പഠിക്കാൻ വേണ്ടി കേരള സർക്കാർ ഒരു രണ്ടംഗ സമിതിനെ അപ്പോയിന്റ് ചെയ്തിട്ടുണ്ട്. അതിന്റെ ചെയർമാൻ ജി.കെ. ശശിധരൻ നായരും അതിലുള്ള മറ്റൊരു അംഗം കെ. രാജഗോപാലൻ നായരുമാണ്. നമസ്കാരം, എൻട്രിയുടെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ റിവിഷൻ സീരീസിലെ ലാസ്റ്റ് ക്ലാസ് ആണ്. നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സിലെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് പ്രീവിയസ് ഇയേഴ്സിൽ ചോദിച്ച ക്വസ്റ്റ്യൻസിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു റിവിഷൻ ക്ലാസ് ആണ്. അപ്പോൾ ഇതിന് മുന്നത്തെ ക്ലാസ്സുകളിലായിട്ട് നമ്മൾ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലെ ഭരണഘടനാ നിർമ്മാണ സമിതി, പൗരത്വം, ആമുഖം, മൗലിക അവകാശങ്ങൾ, മൗലിക കടമകൾ, നിർദ്ദേശക തത്വങ്ങൾ, ഗവൺമെന്റിന്റെ ഘടകങ്ങൾ, ഈ ഏരിയ ഒക്കെ അതുമായിട്ട് ബന്ധപ്പെട്ട് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ മുൻ ക്ലാസ്സുകൾ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ കാണണം. ഇതിപ്പോൾ നമ്മുടെ റിവിഷൻ്റെ ലാസ്റ്റ് പാർട്ടാണ്. നമുക്ക് ഇനി ഇമ്പോർട്ടൻ്റ് അമെൻമെന്റ്സ്, ലിസ്റ്റ്, പഞ്ചായത്ത് രാജ് ഇതിനൊക്കെ ബേസ് ചെയ്തിട്ടുള്ള ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ഓരോ ക്വസ്റ്റ്യൻസ് വരുമ്പോഴും നിങ്ങൾക്ക് അറിയാവോ എന്ന് സ്വയം പരിശോധിക്കുക, ആൻസർ കണ്ടെത്താൻ ശ്രമിക്കുക. അറിയാത്ത പോയിന്റ്സ് ആണെങ്കിൽ അത് ഇപ്പോൾ തന്നെ പഠിച്ചെടുക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് ചോദ്യങ്ങളിലേക്ക് കിടക്കാം. ആദ്യത്തെ ചോദ്യം, ഏത് ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് സംസ്ഥാന നിയമസഭയ്ക്കും പാർലമെന്റിനും ചരക്ക് സേവന നികുതി സംബന്ധിച്ച് നിയമനിർമ്മാണത്തിന് അധികാരം നൽകുന്നത്? റിപ്പീറ്റഡ് ആയിട്ട് പലതവണ നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ കണ്ടിട്ടുണ്ടാകും. GST-യുമായിട്ട് ബന്ധപ്പെട്ട അമെൻമെന്റ്, സിമ്പിൾ ആയിട്ട് അതാണ് ചോദിച്ചിട്ടുള്ളത്. 104, 95, 101, 100 ഭേദഗതി. ഏതാണ് GST? GST 101ാമത്തെ ഭേദഗതിയാണ് അല്ലെ. 101ാമത്തെ അമെൻമെന്റ് ആണ് GST എന്ന് പറയുന്നത്. 2016 വന്നതാണ്. നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി, നമ്മുടെ പ്രസിഡന്റ് പ്രണബ് മുഖർജി ഇവരുടെ ഭരണകാലത്താണ് ഈ ഒരു ഭേദഗതി വന്നിട്ടുള്ളത്. 101ാം ഭേദഗതിയുടെ പ്രതിപാദ്യം എന്താണ്? GST ആണ്, ചരക്ക് സേവന നികുതിയാണ്. 101ാം ഭേദഗതി എത്രാമത്തെ ബില്ലാണ്? 122ാമത്തെ ബില്ലാണ്. ബില്ല് ഏതാണെന്നും PSC ചോദിച്ചിട്ടുണ്ട്. 122ാമത്തെ ബില്ല് 101ാം ഭേദഗതിയാണ് GST. അന്ന് നമ്മുടെ പ്രസിഡന്റ് പ്രണബ് മുഖർജിയാണ്, പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പ്രസിഡന്റിന്റെ അംഗീകാരം ഇതിന് ലഭിച്ചത് 2016 സെപ്റ്റംബർ 8-നും ഇത് നിലവിൽ വന്നത് 2017 ജൂലൈ 1-നുമാണ്. അപ്പൊ GST നിലവിൽ വന്ന വർഷവും ഡേറ്റും പലതവണ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ 1-ാം തീയതി 7-ാം മാസം 2017, 1/7/17 നമുക്ക് ഓർത്തു വെക്കാൻ എളുപ്പമുണ്ട്. GST നിലവിൽ വന്നത് 1/7/17-നാണ്. അതിന് അംഗീകാരം ലഭിച്ചത് 2018 സെപ്റ്റംബർ 8-നും അല്ലേ. 2016 സെപ്റ്റംബർ 8-ന്. 2016 സെപ്റ്റംബർ 8-ന് അംഗീകാരം ലഭിക്കുന്നു. 2017 ജൂലൈ 1-ന് അത് നിലവിൽ വരുന്നു. GST-യുമായിട്ട് ബന്ധപ്പെട്ട് കൂട്ടിച്ചേർത്ത അനുച്ഛേദങ്ങൾ, ഈ ആർട്ടിക്കിൾസും PSC ചോദ്യപേപ്പറുകളിൽ കണ്ടിട്ടുണ്ട്. 246A, 269A ഈ ആർട്ടിക്കിൾസ് GST-യുമായിട്ട് ബന്ധപ്പെട്ട് കൂട്ടിച്ചേർത്തതാണ്. 246 246A, 269A. അപ്പൊ 100ാം അമെൻമെന്റ് 101ാം അമെൻമെന്റ് GST ആണ്. 101ാം അമെൻമെന്റ് 122ാമത്തെ ബില്ലാണ്. നരേന്ദ്രമോദി, പ്രണബ് മുഖർജി ആയിരുന്നു പ്രസിഡന്റ്, പ്രധാനമന്ത്രി ഈ ടൈമില്. 2016 സെപ്റ്റംബർ 8-ന് പാസ്സാക്കി. 2017 ജൂലൈ 1-ന് നിലവിൽ വന്നു. ഓക്കെ, അതുമായിട്ട് ബന്ധപ്പെട്ട ആർട്ടിക്കിൾസ് ആണ് 246A-യും 269A-യും. GST കൗൺസിലുമായിട്ട് ബന്ധപ്പെട്ട് കൂട്ടിച്ചേർത്ത അനുച്ഛേദം എന്ന് ചോദിച്ചാൽ സ്പെസിഫൈ ചെയ്ത് നിങ്ങൾ പറയണം. 279A ആണ് GST കൗൺസിലുമായിട്ട് ബന്ധപ്പെട്ട ആർട്ടിക്കിൾ. 279A, 279 അല്ല, 279A ആണ് GST കൗൺസിലുമായിട്ട്. 101ാം ഭേദഗതിയിലൂടെ റദ്ദാക്കിയ ആർട്ടിക്കിളാണ് 268A. 268A ഇത് റദ്ദാക്കിയതാണ്. 101ാം ഭേദഗതിയിലൂടെ റദ്ദാക്കിയതാണ് 268. എല്ലാത്തിലും ഒരു കണക്ഷൻ, ഒരു അരിത്തമെറ്റിക് പ്രോഗ്രഷൻ നമുക്ക് കാണാം അല്ലെ. 246A GST-യുമായിട്ട് ബന്ധപ്പെട്ടതാണ്. പിന്നെ 268A GST-യുമായിട്ട് ബന്ധപ്പെട്ട് റദ്ദാക്കിയ ആർട്ടിക്കിളാണ്. ഇനി 279A GST കൗൺസിലുമായിട്ട് ബന്ധപ്പെട്ട് കൂട്ടിച്ചേർത്തിട്ടുള്ള ആർട്ടിക്കിളാണ്. ഓക്കെ, രാജ്യത്ത് ഒരേ തരത്തിലുള്ള നഗരപാലിക സംവിധാനങ്ങൾ നടപ്പിൽ വരുത്തിയ ഭരണഘടനാ ഭേദഗതി ഏത്? രാജ്യത്ത് ഒരേ തരത്തിലുള്ള നഗരപാലിക എന്ന് വരുമ്പോൾ തന്നെ ഓർത്തോളം മുനിസിപ്പാലിറ്റി. നമ്മുടെ ഷെഡ്യൂൾ എടുക്കുകയാണെങ്കിൽ നമ്മൾ ഷെഡ്യൂൾ 1, 2, 3, 4 എന്ന് പറഞ്ഞ് വരുമ്പോൾ 11ാമത്തെ ഷെഡ്യൂൾ പഞ്ചായത്ത് രാജും 12ാമത്തെ ഷെഡ്യൂൾ മുനിസിപ്പാലിറ്റിയുമാണ്. ഇനി ഇത് ഭരണഘടനയുടെ എത്രാമത്തെ ഭേദഗതിയിലൂടെയാണ് ഇത് വന്നതെന്ന് ചോദിച്ചാല് 73ാം ഭേദഗതിയിലൂടെ പഞ്ചായത്ത് രാജും 74ാം ഭേദഗതിയിലൂടെയാണ് മുനിസിപ്പാലിറ്റി, നഗരപാലിക വരുന്നത്. ഇവിടെ ഒരേ തരത്തിലുള്ള നഗരപാലിക സംവിധാനങ്ങൾ നടപ്പിലാക്കിയ ഭരണഘടനാ ഭേദഗതി ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഏതാണ്? 74ാം ഭേദഗതി, ഓപ്ഷൻ ഡി ആണ് 74ാം ഭേദഗതി. ഓക്കെ, ഇനി 74ാം ഭേദഗതി എന്താണ് പറയുന്നത്? 74ാം ഭേദഗതിയാണ് നഗരപാലികയെ പറ്റി പറയുന്നത്. അത് വന്ന സമയത്ത് പ്രധാനമന്ത്രി PV നരസിംഹറാവു ആയിരുന്നു. നമ്മുടെ പ്രസിഡന്റ് ശങ്കർദയാൾ ശർമ്മയായിരുന്നു. പ്രസിഡന്റ് ശങ്കർദയാൾ ശർമ്മയാണ്. നമ്മുടെ പ്രധാനമന്ത്രി PV നരസിംഹറാവു ആണ്.
നഗരപാലിക നിയമം, മുനിസിപ്പാലിറ്റി നിയമം എന്നിങ്ങനെ രണ്ടായിട്ട് അറിയപ്പെടുന്നുണ്ട്. അപ്പൊ 73 പഞ്ചായത്ത് രാജ്, 74 നഗരപാലിക. അങ്ങോട്ടും ഇങ്ങോട്ടും മാറരുത്. ഇത് നിലവിൽ വന്ന സമയത്ത് പ്രസിഡന്റ് ശങ്കർദയാൽ ശർമ്മയും പ്രധാനമന്ത്രി PV നരസിംഹറാവുമാണ്. ഓക്കെ, ഭാഗം 9A ആണ് ഭരണഘടനയിൽ കൂട്ടിച്ചേർത്തത് ഈ ഒരു നഗരപാലിക വന്നപ്പോൾ. ആർട്ടിക്കിൾ 243P മുതൽ 243Z വരെയാണ്. 243 ആർട്ടിക്കിൾ 243P മുതൽ P വരെ പഞ്ചായത്ത് രാജാണ്. P മുതൽ ZG വരേക്കുമാണ് നഗരപാലിക വരുന്നത്. ഏത് ഭാഗത്താണ്? ഭാഗം 9A ആണ്. എത്രാമത്തെ അമെന്റ്മെന്റ് ആണ്? 74ാമത്തെ അമെന്റ്മെന്റ് ആണ്. ഏതാണ്? ഷെഡ്യൂളിൽ 12 ആണ്. ഓക്കെ, അപ്പൊ ഇതിനെല്ലാം തൊട്ട് അടുത്ത് തന്നെയാണ് നമ്മുടെ പഞ്ചായത്ത് രാജ് വരുന്നത്. ഇതെല്ലാം നഗരപാലികയാണ്. പഞ്ചായത്ത് രാജ് ആകുമ്പോഴേക്കും അത് ഏത് ഭാഗത്താണ്? ഭാഗം 9 ആണ്. ഇത് 9, ഇത് 9A. ഇതിന്റെ 73ാമത്തെ ഭേദഗതിയാണ്. നഗരപാലിക 74ാമത്തെ ഭേദഗതിയാണ്. ഇത് ഷെഡ്യൂൾ 11 ആണ്. ഇത് ഷെഡ്യൂൾ 12 ആണ്. അപ്പൊ മാറിപ്പോകണ്ട. 12ാം പട്ടികയാണ് ഭരണഘടനയിൽ കൂട്ടിച്ചേർത്തത്. ആർട്ടിക്കിൾ 243P മുതൽ ZG വരെയാണ്. ഭാഗം 9A ആണ്. പ്രാദേശിക ഭരണ സ്ഥാപനങ്ങളിൽ സംവരണം നടപ്പിലാക്കി. അതിന്റെ കൂടെ ഓർത്തോളണം, സംവരണം നടപ്പിലാക്കി. ഇനി കൂറുമാറ്റ നിരോധന നിയമവുമായിട്ട് ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന. ഇമ്പോർട്ടന്റ് അമെന്റ്മെന്റ്സ് എന്നുള്ള ചോദ്യങ്ങളാണ് കാണുന്നത്. അപ്പൊ നമ്മൾ ആദ്യം കണ്ടത് 74 അമെന്റ്മെന്റ് എന്നാണ്. പിന്നെ നമ്മൾ അതിന് മുന്നേ കണ്ടു 101 അമെന്റ്മെന്റ്. ഇത് 52 അമെന്റ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യമാണ്. 52ാം ഭേദഗതി കൂറുമാറ്റ നിരോധന നിയമം പരാമർശിക്കുന്നു. 91ാം ഭേദഗതി പ്രകാരം കൂറുമാറ്റ നിരോധന നിയമത്തിൽ ചില പരിഷ്കാരങ്ങൾ വരുത്തി. 51ഉം 91ഉം നമ്മൾ അറിയണം അല്ലെ. സഭാധ്യക്ഷനാണ് കൂറുമാറ്റവുമായിട്ട് ബന്ധപ്പെട്ട കേസുകളിൽ തീർപ്പ് കൽപ്പിക്കുന്നത്. ഇതിൽ താഴെ തന്നിട്ടുള്ള പ്രസ്താവനകളിൽ ശരിയേതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. 52ാം ഭേദഗതി കൂറുമാറ്റമാണോ? യെസ്, കൂറുമാറ്റ നിരോധന നിയമമാണ് അല്ലെ 52ാം ഭേദഗതി. 91ാം ഭേദഗതി പ്രകാരം കൂറുമാറ്റ നിരോധന നിയമത്തിൽ ചില പരിഷ്കാരങ്ങൾ വരുത്തിയിട്ടുണ്ടോ? യെസ്, വരുത്തിയിട്ടുണ്ട്. ഇതൊരു ശരിയായ സ്റ്റേറ്റ്മെന്റ് ആണ്. ഇനി സഭ അധ്യക്ഷനാണ് കൂറുമാറ്റവുമായിട്ട് ബന്ധപ്പെട്ട കേസുകളിൽ തീർപ്പ് കൽപ്പിക്കുന്നത് അല്ലെ. സ്പീക്കറാണ് തീർപ്പ് കൽപ്പിക്കുന്നത്. അപ്പൊ ഇത് മൂന്നും ഓൾ ഓഫ് ദ എബോവ്, മൂന്നും ശരിയാണ് കേട്ടോ. റൈറ്റ് ആൻസർ എന്ന് പറയുമ്പോഴേക്കും ഓൾ ഓഫ് ദ എബോവ് ആണ്, മൂന്നും ശരിയാണ്. 52ാം ഭേദഗതി കൂറുമാറ്റമാണ്. ഇതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ തീർപ്പ് കൽപ്പിക്കുന്ന സഭ അധ്യക്ഷൻ തന്നെയാണ്. കൂറുമാറ്റവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ചില പരിഷ്കാരങ്ങൾ വരുത്തിയ ഭേദഗതിയാണ് 91ാം ഭേദഗതി. ഓക്കെ, ഭരണഘടനയുടെ 91ാം ഭേദഗതിയുമായിട്ട് ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ. അപ്പൊ 91ാം ഭേദഗതി നമുക്ക് നോക്കാം. 2004 ഇത് നിലവിൽ വന്നു. കേന്ദ്രമന്ത്രിസഭയിൽ പ്രധാനമന്ത്രി ഉൾപ്പെടെ ലോകസഭാംഗങ്ങളുടെ 15% കൂടുതൽ മന്ത്രിമാർ പാടില്ല എന്നത് പറയുന്നു. ഈ ഭേദഗതി മുന്നോട്ട് വെച്ച കമ്മിറ്റിയുടെ ചെയർമാൻ പ്രണബ് മുഖർജിയാണ്. ഈ ഭേദഗതി സംസ്ഥാന മന്ത്രിസഭയ്ക്കും ബാധകമാണ്. 91ാം അമെന്റ്മെന്റിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് അറിഞ്ഞാലേ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും. നമുക്ക് നോക്കാം. കേന്ദ്രമന്ത്രിസഭയിൽ പ്രധാനമന്ത്രി ഉൾപ്പെടെ ലോകസഭാ അംഗങ്ങളുടെ 15% കൂടുതൽ മന്ത്രിമാര് പാടില്ല. പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ള മന്ത്രിമാരുടെ മൊത്ത എണ്ണം ലോകസഭാ അംഗങ്ങളുടെ, അതായത് MP-മാരുടെ എണ്ണത്തിന്റെ 15% കൂടാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് 91ാം ഭേദഗതി ആണോ? യെസ്, അത് കറക്റ്റ് ആണ്. പിന്നെ പറഞ്ഞിട്ടുള്ളത് ഈ ഭേദഗതി മുന്നോട്ട് വെച്ച കമ്മിറ്റിയുടെ ചെയർമാൻ പ്രണബ് മുഖർജിയാണ്. അതും കറക്റ്റ് ആണ്. ഈ ഭേദഗതി സംസ്ഥാന മന്ത്രിസഭയ്ക്കും ബാധകമാണ്. അതെ, സംസ്ഥാനത്തും ബാധകമാണ്. മൊത്തം MLA-മാരുടെ എണ്ണത്തിന്റെ 15% കൂടാൻ പാടില്ല മന്ത്രിമാര്. സംസ്ഥാനത്ത് പിന്നെ ഒരു കാര്യം പറയുന്നുണ്ട്, മിനിമം 12 വേണം, 12 കുറയാനും പാടില്ല എന്ന് പറയുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇതിന്റെ റൈറ്റ് ആൻസർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാം ശരിയാണ്. 4 സ്റ്റേറ്റ്മെന്റ്സും ശരിയാണ്. ആദ്യം പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് 2004 നിലവിൽ വന്നു, അതും ശരിയാണ് കേട്ടോ. 91ാം ഭേദഗതി നിലവിൽ വന്നത് 2004. അപ്പൊ നമ്മൾ 91ാം ഭേദഗതി അറിയില്ലെങ്കിൽ ഇപ്പൊ തന്നെ പഠിച്ചു. 2004 91ാം ഭേദഗതി വന്നത്. 91ാമത്തെ അമെന്റ്മെന്റിലാണ് പറഞ്ഞിട്ടുള്ളത് മന്ത്രിമാരുടെ എണ്ണം കേന്ദ്രത്തിലാണെങ്കിലും സംസ്ഥാനത്തിലാണെങ്കിലും അവിടുത്തെ MLA-മാരുടെ അല്ലെങ്കിൽ MP-മാരുടെ എണ്ണത്തിന്റെ, സഭാംഗങ്ങളുടെ എണ്ണത്തിന്റെ 15% കൂടാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ ഭേദഗതി കൂറുമാറ്റവുമായിട്ട് ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ പരിഷ്കരണങ്ങൾ വരുത്തിയിട്ടുമുണ്ട്. ഓക്കെ, ഇതുമായിട്ട് ബന്ധപ്പെട്ട് പഠനം നടത്തിയ ഈ ഭേദഗതി മുന്നോട്ട് വെച്ച ഒരു കമ്മിറ്റിയുടെ ചെയർമാൻ പ്രണബ് മുഖർജിയാണ്. എല്ലാം ശരിയാണ്. ഇനി 91ാം ഭേദഗതി 2003 അത് കൊണ്ടുവന്ന സമയത്ത് പ്രധാനമന്ത്രി AB വാജ്പേയി ആയിരുന്നു. അന്നത്തെ ഇന്ത്യൻ പ്രസിഡന്റ് APJ അബ്ദുൽ കലാം ആണ്. 2004 ഇത് നിലവിൽ വന്നത്. പ്രധാനമന്ത്രി AB വാജ്പേയി ആണ്. 91ാം ഭേദഗതി സമയത്ത് നമ്മുടെ പ്രസിഡന്റ് APJ അബ്ദുൽ കലാം ആണ്. കേന്ദ്രത്തിലും സംസ്ഥാനങ്ങളിലും മന്ത്രിമാരുടെ എണ്ണം അധോസഭയുടെ, അതായത് ലോകസഭയുടെ 15% കൂടാൻ പാടില്ല. കേന്ദ്രത്തിൽ അധോസഭ ലോകസഭ, സംസ്ഥാനത്തിലാണെങ്കിൽ ആരാണ്? നമ്മുടെ നിയമസഭ അല്ലെ, ലെജിസ്ലേറ്റീവ് അസംബ്ലി, കൗൺസിൽ അല്ല അസംബ്ലി. ഈ അധോസഭയുടെ 15% കൂടാൻ പാടില്ല എന്ന് പറയുന്നത് 91ാം ഭേദഗതിയിലാണ്. എന്നാൽ സംസ്ഥാനങ്ങളുടെ കാര്യത്തിൽ മന്ത്രിമാരുടെ എണ്ണം എത്രയിൽ കുറയാൻ പാടില്ല? 12 കുറയാനും പാടില്ല എന്ന് പറയുന്നുണ്ട്. അതും നോട്ട് ചെയ്തോളണം. കൂറുമാറ്റ നിരോധന നിയമം വഴി അയോഗ്യനാക്കപ്പെടുന്ന ഒരു MPയോ MLAയോ അയോഗ്യതയുടെ കാലാവധി അവസാനിക്കുന്നത് വരെ മന്ത്രിയെ നിയമിക്കാൻ പാടില്ല എന്ന് ഇതിനകത്ത് പറയുന്നുണ്ട്.
കൂറുമാറ്റ നിരോധന നിയമപ്രകാരം ഒരു MP അല്ലെങ്കിൽ MLA കൂറുമാറ്റത്തിന്റെ പേരിൽ അയോഗ്യനാക്കി കഴിഞ്ഞാൽ പിന്നെ ആ കാലാവധി അവസാനിക്കുന്നത് വരെ ആളെ മന്ത്രിയായിട്ട് നിയമിക്കാൻ പാടില്ല എന്ന് വ്യവസ്ഥ ചെയ്തത് ഭേദഗതി ഏതാണ്? 91 ഭേദഗതിയിൽ വ്യവസ്ഥ ചെയ്തിട്ടുണ്ട്. ഇനി 1985 52 ഭേദഗതി പ്രകാരം രണ്ട് രാഷ്ട്രീയ പാർട്ടികൾ തമ്മിൽ ലയനം നടന്നാൽ അതിൽ നിന്നും വിട്ടു നിൽക്കുന്ന രാഷ്ട്രീയ പാർട്ടിയിലെ അംഗങ്ങൾ കൂറുമാറ്റത്തിന്റെ പരിധിയിൽ പെടില്ലായിരുന്നു. എന്നാൽ 2003 ഈ 91 ഭേദഗതി പ്രകാരം ഇത്തരത്തിൽ ലയനം സംഭവിച്ചാൽ അതിൽ നിന്ന് വിട്ടു നിൽക്കുന്ന അംഗങ്ങൾ കൂറുമാറ്റത്തിന്റെ പരിധിയിൽ ഉൾപ്പെടുകയും അയോഗ്യനാവുകയും ചെയ്യും. വലിയൊരു ചേഞ്ച്, ഒരു പരിഷ്കാരം കൊണ്ടുവന്നത് അല്ലെ. അതായത് 1985 52 ഭേദഗതിയിൽ എന്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു? കൂറുമാറ്റവുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ ഒരാൾ സ്വമേധയാ ഒരു പാർട്ടിയിൽ നിന്ന് മാറി രാജിവെച്ച് പോയി അല്ലെങ്കിൽ വേറൊരു പാർട്ടിയുടെ കൂടെ ചേർന്നു, അങ്ങനെയൊക്കെ വന്നാൽ കൂറുമാറ്റ പ്രകാരം ആളെ അയോഗ്യനാക്കും. അങ്ങനെ അയോഗ്യനാക്കിയാൽ പിന്നെ അയാൾക്ക് റെസ്ട്രിക്ഷൻസ് ആണ് പല കാര്യങ്ങളിലും അല്ലെ. പക്ഷെ അവിടെ ഒരു എക്സംഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതായത് ഇപ്പോൾ ഒരു രാഷ്ട്രീയ പാർട്ടി വേറെ രാഷ്ട്രീയ പാർട്ടിയുടെ ലയനം നടത്തി. അങ്ങനെ ലയനം രണ്ട് രാഷ്ട്രീയ പാർട്ടികൾ തമ്മിൽ അങ്ങനെ ലയനം നടത്തി കഴിഞ്ഞാൽ അതിന് വിട്ടു നിൽക്കുന്ന പാർട്ടിയിലെ അംഗങ്ങൾ കൂറുമാറ്റത്തിന്റെ പരിധിയിൽ വരില്ലായിരുന്നു. പക്ഷെ ഇപ്പൊ പറയുന്നത് ഈ ഒരു ഭേദഗതി പ്രകാരം ഇങ്ങനെ ലയനം സംഭവിച്ചാൽ, ഇപ്പൊ ഏതെങ്കിലും രണ്ട് രാഷ്ട്രീയ പാർട്ടികൾ തമ്മിൽ ലയനം സംഭവിച്ചു കഴിഞ്ഞാൽ അതിൽ നിന്നും വിട്ടു നിൽക്കുന്ന അംഗങ്ങളെ കൂറുമാറ്റത്തിന്റെ പരിധിയിൽ ഉൾപ്പെടുത്തി അയോഗ്യനാക്കും. വിട്ടു നിൽക്കാൻ പാടില്ല. ഈ പാർട്ടി വേറൊരു പാർട്ടിയുടെ ലയനം നടത്തിയാല് നിങ്ങളും ആ കൂടെ പൊക്കോളണം എന്നാണ് പറയുന്നത്. കാരണം നിങ്ങൾ ഈ രാഷ്ട്രീയ പാർട്ടിയിൽ നിന്ന് അല്ലെങ്കിൽ മത്സരിച്ച് ഈ രാഷ്ട്രീയ പാർട്ടിയുടെ പേരിൽ ഇതിൽ വന്ന ആളുകളാണ്. അപ്പൊ ഈ രാഷ്ട്രീയ പാർട്ടി വേറെ രാഷ്ട്രീയ പാർട്ടിയുടെ ലയനം നടത്തുമ്പോൾ നിങ്ങൾ അതിന് വിട്ടു നിൽക്കാൻ പാടില്ല. അങ്ങനെ വിട്ടു നിന്നാൽ കൂറുമാറ്റമാണ് അയോഗ്യനാക്കും എന്ന് പറഞ്ഞത് 91 ഭേദഗതിയിലാണ്. അതാണ് 52 ഭേദഗതിയിൽ ഒരു മാറ്റം ഇവിടെ കൊണ്ടുവന്നിട്ടുള്ള ഒരു കാര്യം നോട്ട് ചെയ്യണം കേട്ടോ. അതായത് ലയനത്തിന്റെ കേസിൽ രണ്ട് രാഷ്ട്രീയ പാർട്ടികൾ തമ്മിൽ ലയനം നടത്തിയാൽ അതിന് വിട്ടു നിന്നിട്ടുണ്ടെങ്കിൽ അവരെന്താക്കും? കൂറുമാറ്റത്തിന്റെ പരിധിയിൽപ്പെടുത്തി അയോഗ്യനാക്കും എന്നത് നോട്ട് ചെയ്യാം. ഈ ഭേദഗതി മുന്നോട്ട് വെച്ച് കമ്മിറ്റിയുടെ ചെയർമാൻ പ്രണബ് മുഖർജിയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്ത്യയിലെ പഞ്ചായത്ത് രാജ് സ്ഥാപനങ്ങൾക്ക് ഭരണഘടനാ പദവി ലഭിച്ചത് ഏത് ഭേദഗതിയിലൂടെയാണ്? പഞ്ചായത്ത് രാജാണ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഏതാ? 73 ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് പഞ്ചായത്ത് രാജിന് ഭരണഘടനാ സാധ്യത ലഭിക്കുന്നത്. 73 ഭേദഗതിയാണ് കേട്ടോ പഞ്ചായത്ത് രാജിന്റേത്. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. 73 ഭേദഗതിയാണ്. ഇനി 102 ഭേദഗതി 2018 എന്താണെന്ന് നമുക്ക് നോക്കാം. അന്ന് നരേന്ദ്രമോദി പ്രധാനമന്ത്രി, പ്രസിഡന്റ് രാംനാഥ് കോവിന്ദ്. 102 ആണ്. 102 ഭേദഗതി പറയുന്നത് 123 ബില്ലാണ്. അത് പറയുന്നത് ദേശീയ പിന്നാക്ക വിഭാഗ കമ്മീഷന് ഭരണഘടനാ പദവി ലഭിച്ചു എന്നുള്ളതാണ്. 101 തൊട്ട് 100 തൊട്ട് ആക്ച്വലി 106 വരെയുള്ള ഭേദഗതികളെല്ലാം നിങ്ങൾ പഠിച്ചുകൊണ്ട് പോകണം. ഏത് വേണമെങ്കിലും ചോദിക്കാം. 100ാമത്തത് ലാൻഡ് ബോർഡർ എഗ്രിമെന്റ് ആണ്. ഇന്ത്യ ബംഗ്ലാദേശ് തമ്മിലുള്ള ഒരു എഗ്രിമെന്റ് ആണ്. 101 GST ആണ്. 102 ആണ് നമ്മൾ കാണുന്നത്. എന്താണ് 102 എന്ന് പറയുമ്പോൾ ഓർത്തോളണം NCBC അല്ലെ. അതായത് നമ്മുടെ നാഷണൽ കമ്മീഷൻ, ബാക്ക്വേർഡ് ക്ലാസസിന് വേണ്ടിയിട്ട് ഒരു കമ്മീഷൻ, പിന്നാക്ക വിഭാഗ കമ്മീഷൻ. അത് ആ ഒരു കമ്മീഷന് ഭരണഘടനാ പദവി ലഭിച്ച ഭേദഗതിയാണ് 102 ഭേദഗതി. 123 ബില്ലാണ് കേട്ടോ. 123 ബില്ല് 102 ഭേദഗതി. മാറിപ്പോയത് 101 GST, 102 നമ്മൾ ഉറപ്പിക്കുന്നത് എന്താണ്? NCBC ആണ്. പിന്നാക്ക വിഭാഗ കമ്മീഷന് ഭരണഘടനാ പദവി ലഭിച്ച ഭേദഗതിയാണ് ഇപ്പൊ തന്നെ പഠിച്ച 102 ഭേദഗതി. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ 102 ഈ 2 ABCയുടെ B ആയിട്ട് ഓർത്താൽ മതി. അപ്പൊ OBC എന്നോ അങ്ങനെ എന്തെങ്കിലും ഒന്ന് ഈ 102 ഒന്ന് കണക്ട് ചെയ്ത് വെക്കാണ്ടോ. 02 OB ഇങ്ങനെ ഒന്ന് കണക്ട് ചെയ്ത് വെച്ചേക്കും. നമുക്ക് എന്തെങ്കിലും ഓപ്ഷനിൽ കൺഫ്യൂഷൻ വന്നു കഴിഞ്ഞാൽ 102 103 104 ഒക്കെ കൂടി ഇട്ട് നമ്മൾ ആരെങ്കിലും കൺഫ്യൂഷൻ ആക്കാൻ വന്നാൽ അങ്ങനെ ഓർത്താൽ മതി. 02 ആണല്ലോ ഇത്, OB എന്നാക്കിയത്. അപ്പൊ NCBC എന്ന് ഓർക്കുക. പിന്നാക്ക വിഭാഗ കമ്മീഷന്റെ കാര്യമാണ്. ദേശീയ പിന്നാക്ക വിഭാഗ കമ്മീഷനെ പറ്റി പരാമർശിക്കുന്നതിനായിട്ട് 102 ഭേദഗതി പ്രകാരം പുതുതായിട്ട് ചേർക്കപ്പെട്ട അനുച്ഛേദമാണ് 338B. ആർട്ടിക്കിൾ 338B ആണ് ഈ NCBCയുമായിട്ട് ബന്ധപ്പെട്ട്, പിന്നാക്ക വിഭാഗവുമായിട്ട് ബന്ധപ്പെട്ട് എല്ലാ ആ ഒരു കമ്മീഷനെ പറ്റി പരാമർശിക്കാനായിട്ട് പുതുതായിട്ട് വന്ന ആർട്ടിക്കിൾ 338B ആണ്. ഓക്കെ, രാഷ്ട്രപതി എന്നാണ് ഇതിൽ ഒപ്പുവെച്ചത്? 2018 ഓഗസ്റ്റ് മാസം 11 തീയതിയാണ് NCBCL നിലവിൽ വരുന്നത്. അതായത് ഭരണഘടനാ പദവി കിട്ടുന്നത് ഈ ഒരു 102 അമെന്റ്മെന്റ് രാഷ്ട്രപതിയുടെ ഒപ്പ് കിട്ടുന്നത് 2018 ഓഗസ്റ്റ് മാസം 11 തീയതിയാണ്. ഇനി 103 ഭേദഗതി ഇമ്പോർട്ടന്റ് ആണ്. 2019 103 ഈ 3 ഉണ്ടല്ലോ, നിങ്ങൾ ഇങ്ങനെ തിരിച്ച് ഇതിങ്ങനെ എഴുതിയിട്ട് അതൊരു E ആണെന്ന് വിചാരിക്കുക. E എന്ന് പറഞ്ഞാൽ EWS, എക്കണോമിക്കലി വീക്കർ സെഷനെ കണക്ട് ചെയ്ത് വെച്ചേക്കുക. അപ്പൊ 101 എന്താണ് പറഞ്ഞത്? GST ആണ് പറഞ്ഞത്. അത് പലതവണയും ബേസ് ചോദിച്ചിട്ടുണ്ട്, നമുക്ക് എല്ലാവർക്കും അറിയായിരിക്കും. 102 വരുമ്പോൾ എന്ത് ഓർക്കണം? 02 നിങ്ങൾ OBC ആക്കുക, NCBC പിന്നാക്ക വിഭാഗ കമ്മീഷന്റെ കാര്യമാണ്. 103 3 E ആക്കുക, എക്കണോമിക്കലി വീക്കർ സെഷൻ ആണ് കേട്ടോ. നരേന്ദ്രമോദി പ്രധാനമന്ത്രി, രാംനാഥ് കോവിന്ദ് ആണ് പ്രസിഡന്റ്. ഈ ഭേദഗതി പറയുന്നത്
സർക്കാർ ജോലികളിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും പ്രവേശനത്തിനും മുന്നാക്ക വിഭാഗങ്ങളിലെ സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്നവർക്ക് 10% സംവരണം ഏർപ്പെടുത്തിയ ഭേദഗതിയാണ്. അപ്പൊ നമ്മൾ റീസെന്റ് അല്ലെ കുറെ ന്യൂസും കാര്യങ്ങളൊക്കെ വന്നു. അതായത് ഈ സംവരണം എപ്പോഴും കൊടുക്കുന്നത് പിന്നാക്ക വിഭാഗക്കാർക്കാണ്. എന്നാൽ മുന്നാക്ക വിഭാഗക്കാരിലും ഉണ്ടാവും എക്കണോമിക്കലി വീക്കർ ആയിട്ടുള്ള ആളുകൾ ഉണ്ടാകാം. അപ്പൊ അവർക്ക് വേണ്ടിയിട്ട് അവർക്കൊരു 10% സംവരണം വേണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു ബില്ല് 124ാമത്തെ ഭേദഗതി ബില്ല് വന്നിട്ടുണ്ടായിരുന്നു. ആ ബില്ല് അംഗീകരിച്ചുകൊണ്ട് 103ാം ഭേദഗതി വന്നു. എങ്ങനെ വന്നു? സർക്കാർ ജോലികളിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും അഡ്മിഷനൊക്കെ കിട്ടാനായിട്ട് മുന്നാക്ക വിഭാഗങ്ങളിലെ സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്നവർക്ക് എക്കണോമിക്കലി വീക്കർ സെഷൻസിന് എത്ര ശതമാനം? 10% സംവരണം കൊടുക്കണമെന്ന് പറഞ്ഞ ഭേദഗതിയാണ് 103ാം ഭേദഗതി. അപ്പൊ 101 നമ്മൾ പഠിച്ചു GST ആണ്. 102 ഞാൻ പറഞ്ഞു നിങ്ങൾ O2 എന്നുള്ളത് OB ആയിട്ട് എടുക്കുക. OBC NCBC പിന്നാക്ക വിഭാഗ കമ്മീഷന്റെ കാര്യമാണ്. 103-ലെ 3 എന്താക്കണം? ഈ 3 ആക്കുക. EWS എക്കണോമിക്കലി വീക്കർ സെഷൻസിന് 10% സംവരണം കൊടുക്കുന്ന ഭേദഗതിയാണ് 103ാം ഭേദഗതി. 100, 102, 100, 101, 102, 103 ഒക്കെ അല്ലേ? 103ാം ഭേദഗതിക്ക് പ്രസിഡന്റിന്റെ അംഗീകാരം ലഭിച്ചത് 2019 ജനുവരി മാസം 12-ാം തീയതിയാണ്. എന്നാണ് പ്രസിഡന്റ് അംഗീകാരം ലഭിക്കുന്നത്? 2019 ജനുവരി മാസം 12-ാം തീയതിയാണ്. 2019-ലാണ്. ഓക്കെ. ഈ ഭേദഗതി പ്രകാരം ഭേദഗതി ചെയ്യപ്പെട്ട വകുപ്പുകൾ അനുച്ഛേദം 15, 16. 15-ന് എന്താ പറയുന്നത്? ഡിസ്ക്രിമിനേഷൻ പാടില്ല എന്ന് പറയുന്നതും 16-ലെ പബ്ലിക് എംപ്ലോയ്മെന്റിലെ അവസര സമത്വം പറഞ്ഞത്. ഇവിടെ രണ്ടിടത്തും ചെറിയ ഭേദഗതി വരുത്തി ഈ 103ാം ഭേദഗതി. ഓക്കെ. മുന്നോക്ക വിഭാഗത്തിലെ സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്നവർക്ക് 10% സംവരണം ഏർപ്പെടുത്തിയ ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം ഏത്? അല്ലെങ്കിൽ എക്കണോമിക്കലി വീക്കർ സെഷൻസിന് 10% റിസർവേഷൻ കൊടുത്ത അല്ലെങ്കിൽ 103ാം ഭേദഗതി നിലവിൽ കൊണ്ടുവന്ന ആദ്യത്തെ സംസ്ഥാനമാണ് പ്രധാനമന്ത്രിയുടെ നാട് തന്നെയാണ് അല്ലെ? ഗുജറാത്താണ്. ഗുജറാത്ത്. ഓക്കെ. മുന്നാക്ക വിഭാഗത്തിലെ സാമ്പത്തിക സംവരണത്തെ പറ്റി പഠിക്കാൻ കേരള സർക്കാർ നിയമിച്ച 2-അംഗ സമിതി ഏത്? മുന്നാക്ക വിഭാഗത്തിലെ സാമ്പത്തിക സംവരണത്തെ പറ്റി പഠിക്കാൻ കേരള സർക്കാർ നിയമിച്ച 2-അംഗ സമിതിയാണ് GK ശശിധരൻ നായർ ചെയർമാനും K രാജഗോപാലൻ നായരും ഉള്ള ഒരു സമിതി. അപ്പൊ ഈ ഒരു എക്കണോമിക്കൽ വീക്കർ സെഷനെ പറ്റിയിട്ട് സാമ്പത്തിക സംവരണത്തെ പറ്റിയിട്ടൊക്കെ പഠിക്കാൻ വേണ്ടി കേരള സർക്കാർ ഒരു 2-അംഗ സമിതിനെ അപ്പോയിന്റ് ചെയ്തിട്ടുണ്ട്. അതിന്റെ ചെയർമാൻ GK ശശിധരൻ നായരും അതിലുള്ള മറ്റൊരു അംഗം K രാജഗോപാലൻ നായരുമാണ്. അപ്പൊ 103ാം ഭേദഗതി ഓക്കെ അല്ലേ? ഇനി 104ാം ഭേദഗതി 2019 104ാം ഭേദഗതി വന്നു. അത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി, പ്രസിഡന്റ് രാംനാഥ് കോവിന്ദാണ് ആ സമയത്ത്. 104ാം ഭേദഗതി എന്ത് പറയുന്നു? ഭരണഘടനയുടെ 104ാം ഭേദഗതി 126ാമത്തെ ബില്ലാണ് നിയമനിർമ്മാണ സഭകളിലെ SC ST ആംഗ്ലോ ഇന്ത്യൻ വിഭാഗത്തിൽ റിസർവേഷൻ സംഭവിക്കുന്ന ഭാഗങ്ങളിൽ ഭേദഗതി വരുത്തി. SC ST ആംഗ്ലോ ഇന്ത്യൻ ഇവർക്കൊക്കെ റിസർവേഷൻ ഉണ്ടായിരുന്നു അല്ലെ? ലോകസഭയില് സംസ്ഥാന നിയമസഭയിലൊക്കെ SC ST ആംഗ്ലോ ഇന്ത്യൻ റിസർവേഷൻ ഉണ്ടായിരുന്നു. ഇതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഭേദഗതി വരുത്തിയതാണ് 104ാമത്തെ ഭേദഗതി. അപ്പൊ 104 പറയുമ്പോൾ ഓർത്താൽ മതി. നിങ്ങൾ എന്തോർക്കണം? 104 ഈ SC ST ആംഗ്ലോ ഇന്ത്യൻ. ഓക്കെ. അപ്പൊ അവർക്കൊക്കെ അവരുടെ സംവരണവുമായിട്ട് ബന്ധപ്പെട്ട് റിസർവേഷനുമായിട്ട് ബന്ധപ്പെട്ട് ചില മാറ്റങ്ങൾ വരുത്തുന്നതാണ് 104. അപ്പൊ ബാക്കിയെല്ലാം അറിയാമെങ്കിൽ പിന്നെ അതായത് ഇപ്പൊ നമ്മൾ 102 ആരെ പറ്റി പറഞ്ഞു? പിന്നോക്ക വിഭാഗക്കാരെ പറ്റിയിട്ട് പറഞ്ഞു. 103 എക്കണോമിക്കലി വീക്കർ സെഷനെ പറ്റിയിട്ട് പറഞ്ഞു. അപ്പൊ അവർ രണ്ടും കഴിഞ്ഞ് നമ്മൾ പറയാത്തത് ആരാ? SC ST കാരെ പറ്റിയിട്ട്. അപ്പൊ SC ST ആംഗ്ലോ ഇന്ത്യൻ റിസർവേഷനുമായിട്ട് ബന്ധപ്പെട്ടാണ് 104. 126ാമത്തെ ബില്ലാണ് SC ST ആംഗ്ലോ ഇന്ത്യൻ ഭാഗങ്ങളിലെ റിസർവേഷൻ സംബന്ധിക്കുന്ന ഭാഗങ്ങളിലെ ഭേദഗതി വരുത്തിയതാണ്. ഈ ബില്ല് ലോക്സഭയിൽ അവതരിപ്പിക്കുന്നത് 2019 ഡിസംബർ 9-നാണ്. 2019-ലാണ് ഇത് അവതരിപ്പിക്കുന്നത്. ഈ ബില്ല് ലോക്സഭ പാസ്സാക്കിയത് 2019 ഡിസംബർ മാസം 10-ാം തീയതിയാണ്. ഈ ബില്ല് രാജ്യസഭ പാസ്സാക്കുന്നത് ഡിസംബർ മാസം 12-ാം തീയതിയാണ്. ഈ ബില്ലിൽ രാഷ്ട്രപതി ഒപ്പുവെച്ചത് 2020 ജനുവരി മാസം 21-ാം തീയതിയാണ്. 104ാം ഭേദഗതി രാഷ്ട്രപതി ഒപ്പുവെച്ച് 2020 ജനുവരി മാസം 21-ാം തീയതി. 104ാം ഭേദഗതി എന്താണ്? SC ST ആംഗ്ലോ ഇന്ത്യൻസിന്റെ റിസർവേഷനുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെ? ആംഗ്ലോ ഇന്ത്യൻ റിസർവേഷൻ ഒക്കെ എടുത്ത് മാറ്റി. അപ്പൊ അതൊക്കെ ഈ പറയുന്നത് 104ാം ഭേദഗതിയിലാണ്. അപ്പൊ 100 ലാൻഡ് ബോർഡർ അഗ്രിമെന്റ്, 101 GST, 102 എന്താണ്? പിന്നോക്ക വിഭാഗ കമ്മീഷൻ, 103 എക്കണോമിക്കലി വീക്കർ സെഷൻ, 104 SC ST ആംഗ്ലോ ഇന്ത്യൻ റിസർവേഷൻ. ഓക്കെ. ഈ ഭേദഗതി പ്രകാരം ലോകസഭയിലെയും സംസ്ഥാന നിയമസഭകളിലേക്കുമുള്ള SC ST വിഭാഗങ്ങളുടെ സംവരണം എന്ത് ചെയ്ത്? SC STയുടെ സംവരണം എക്സ്റ്റെൻഡ് ചെയ്തു. 2030 വരെ നീട്ടി. ആംഗ്ലോ ഇന്ത്യക്കാരുടെ നാമനിർദ്ദേശമാണ് റദ്ദാക്കിയത്. ഇപ്പൊ ആംഗ്ലോ ഇന്ത്യൻസ് ഇല്ല അല്ലെ? അവരുടെ ആ ഒരു നോമിനേഷൻ റദ്ദാക്കി. SC STയുടെ സംവരണം 2030 വരെ എക്സ്റ്റെൻഡ് ചെയ്യുകയും ചെയ്തു. ഇനി 105ാം ഭേദഗതി 2019 രാംനാഥ് കോവിന്ദും നരേന്ദ്രമോദിയുമാണ് പ്രസിഡന്റ്, പ്രധാനമന്ത്രി. അവരുടെ ടൈം പീരീഡിലാണ് 105ാം ഭേദഗതി. 127ാമത്തെ ബില്ലാണ് സാമൂഹികമായിട്ടും സാമ്പത്തികമായിട്ടും പിന്നാക്കം നിൽക്കുന്ന വിഭാഗങ്ങളുടെ പട്ടിക തയ്യാറാക്കുന്നതിൽ സംസ്ഥാനങ്ങളുടെ അവകാശം പുനഃസ്ഥാപിച്ചു. അപ്പൊ 105 പറയുമ്പോഴേ നിങ്ങൾ ഇങ്ങനെ ഓർക്കട്ടെ, ഈ 5-നെ
എസ് ആക്കി മാറ്റുക അല്ലെ, 5 എസ് പോലെയല്ലേ സ്റ്റേറ്റ്സ് എന്ന് ഓർക്കുക. സ്റ്റേറ്റ്സിന് എന്തോ ഒരു പവർ കിട്ടിയെന്ന് ഓർക്കുക. എന്ത് പവറാണ് കിട്ടിയത്? ഈ സാമൂഹികമായിട്ടും സാമ്പത്തികമായിട്ടും പിന്നോക്കം നിൽക്കുന്ന ആളുകളുണ്ടല്ലോ, അവരുടെ ലിസ്റ്റ് തയ്യാറാക്കാനുള്ള ഒരു റൈറ്റ് ഇത് സംസ്ഥാനങ്ങൾക്കാണ്. ലിസ്റ്റ് അവരാണ് തയ്യാറാക്കേണ്ടത്. ഇപ്പൊ കേരളത്തിൽ ആർക്കൊക്കെയാണ് ഈ റിസർവേഷൻ കിട്ടേണ്ടത്, ആരൊക്കെയാണ് സാമൂഹികമായിട്ട് സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്നത്, അവരുടെ ലിസ്റ്റ് ആര് തയ്യാറാക്കാനായിട്ട്? നമ്മുടെ കേരള സംസ്ഥാന ഗവൺമെന്റ് തയ്യാറാക്കണം. അപ്പൊ ആ സംസ്ഥാനങ്ങളുടെ ആ ഒരു അവകാശം പുനഃസ്ഥാപിച്ചതാണ് 105ാമത്തെ ഭേദഗതി. ഓക്കെ, 101 GST, 102 NCBC പിന്നോക്ക വിഭാഗ കമ്മീഷൻ, 103 എക്കണോമിക്കലി വീക്കർ സെഷൻ, 104 എന്താണ് ആംഗ്ലോ ഇന്ത്യൻ റിസർവേഷൻ എടുത്ത് മാറ്റി, ആംഗ്ലോ ഇന്ത്യൻ നോമിനേഷൻ മാറ്റി SC/ST-കാർക്ക് ഉള്ള റിസർവേഷൻ എക്സ്റ്റെൻഡ് ചെയ്തു. 105 എന്താണ്? 105 പറയുന്നത് എന്താണ്? സംസ്ഥാനങ്ങൾക്ക് സ്റ്റേറ്റ്സിന് ഒരു റൈറ്റ് കിട്ടുകയാണ്. ഈ ഒരു സാമ്പത്തികമായിട്ട് സാമൂഹികമായിട്ട് പിന്നോക്കം നിൽക്കുന്നവരുടെ ലിസ്റ്റ് തയ്യാറാക്കാനുള്ള അവകാശം സ്റ്റേറ്റ്സിന് കിട്ടുന്നതാണ് 105ാമത്തെ ഭേദഗതി. രാഷ്ട്രപതിയുടെ അംഗീകാരം 105ാം ഭേദഗതിക്ക് ലഭിക്കുന്ന 2021 ഓഗസ്റ്റ് 18-നാണ്. ഈ ഭേദഗതി പ്രകാരം ഏതൊക്കെ അനുച്ഛേദങ്ങളിലെ മാറ്റം വരുത്തിയത്? അനുച്ഛേദം 338B, 342A, 366. 338B, 342A, 366 ഈ 3 ആർട്ടിക്കിൾസിലാണ് ചേഞ്ചസ് കൊണ്ടുവന്നിട്ടുള്ളത്. 106ാം ഭേദഗതി 2019 അത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി, പ്രസിഡന്റ് ദ്രൗപദി മുർമു ആണ്. 106ാം ഭേദഗതി. ഇതിന്റെ മറ്റൊരു പേരാണ് നാരി ശക്തിവന്ദന അധിനിയം. ഏറ്റവും അവസാനത്തെ ഭേദഗതിയാണ്, ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ് നാരി ശക്തിവന്ദന അധിനിയം. ഇതിന്ന് റീസെന്റ് ഉള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലൊക്കെ ചോദ്യം വന്നിട്ടുണ്ട്. ലോകസഭയിലും സംസ്ഥാന നിയമസഭകളിലും വനിതകൾക്ക് എത്ര ശതമാനമാണ്? 33% റിസർവേഷൻ വനിതകൾക്ക് ഏർപ്പെടുത്തിയ ഭേദഗതിയാണ്. പുതിയ പാർലമെന്റ് മന്ദിരത്തിൽ ആദ്യം അവതരിപ്പിച്ച ബില്ലാണ് വനിതാ സംവരണ ബില്ല്. ഈ ബില്ല് 2023 സെപ്റ്റംബർ 19 അവതരിപ്പിച്ചു. നിങ്ങൾ ഇത് ഡേറ്റ്സ് പഠിച്ചു വെച്ചോളനെ, ഡേറ്റ്സ് അടക്കം ചോദിക്കുന്നുണ്ട്. 2023 സെപ്റ്റംബർ മാസം 19 ആ പുതിയ പാർലമെന്റ് മന്ദിരത്തിന്റെ ഉദ്ഘാടനം നടന്നത് മെയ്യിലാണ്. സെപ്റ്റംബർ 19 ആദ്യത്തെ ബില്ല് അവതരിപ്പിക്കുകയാണ്. അത് അർജുൻ രാം മേഘ്വാൾ എന്ന അന്നത്തെ നിയമമന്ത്രിയാണ് അവതരിപ്പിക്കുന്നത്. ലോകസഭ ഈ ബില്ല് കിട്ടിയ ഉടനെ തന്നെ 19 അവതരിപ്പിച്ച് തൊട്ട് പിറ്റേ ദിവസം 20 ഇത് അംഗീകരിച്ചു. 2023 സെപ്റ്റംബർ 20 അത് അംഗീകരിക്കുന്നു. തൊട്ട് പിറ്റേന്ന് 2023 സെപ്റ്റംബർ 21 രാജ്യസഭ അംഗീകരിക്കുന്നു. 19, 20, 21 നമ്മുടെ പ്രസിഡന്റ് ഒരു 1 വീക്ക് ഗ്യാപ്പ് എടുത്തിട്ട് സെപ്റ്റംബർ 28 അതിന് അംഗീകാരവും നൽകി. അപ്പോ അങ്ങനെ പുതിയ പാർലമെന്റ് മന്ദിരത്തില് 2023 സെപ്റ്റംബർ മാസം 19 അർജുൻ രാം മേഘ്വാള് വനിതാ സംവരണ ബില്ല് അവതരിപ്പിക്കുന്നു. സെപ്റ്റംബർ മാസം 20 ലോകസഭ അത് പാസ്സാക്കുന്നു. സെപ്റ്റംബർ മാസം 21 അത് രാജ്യസഭ അംഗീകരിക്കുന്നു. സെപ്റ്റംബർ മാസം 28 രാഷ്ട്രപതി ആ ബില്ലിൽ ഒപ്പുവെച്ചു. അങ്ങനെ വനിതാ സംവരണ ബിൽ അഥവാ നാരി ശക്തിവന്ദന അധിനിയം പാസ്സാക്കപ്പെടുന്നു അല്ലെ. ഇനി പഞ്ചായത്ത് രാജുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ്. 1994 കേരള പഞ്ചായത്ത് രാജ് നിയമപ്രകാരം ഗ്രാമസഭയുടെ യോഗം ചേരേണ്ടത് കുറഞ്ഞപക്ഷം 3 മാസത്തിൽ ഒരിക്കലെങ്കിലും, കുറഞ്ഞപക്ഷം 4 മാസത്തിൽ ഒരിക്കലെങ്കിലും, 5 മാസത്തിൽ ഒരിക്കലെങ്കിലും, എത്ര നാൾ കൂടുമ്പോഴാണ് ഈ പഞ്ചായത്ത് രാജ് ഗ്രാമസഭ മീറ്റിംഗ് ഒക്കെ കൂടേണ്ടത്? ഗ്രാമസഭ കൂടേണ്ടത് 3 മാസത്തിൽ ഒരിക്കലും കൂടണം. ജനുവരി, ഫെബ്രുവരി, മാർച്ചിൽ ഒന്നുകൂടി, ഏപ്രിൽ, മെയ്, ജൂണിൽ ഒന്നുകൂടി, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബറിൽ ഒന്നുകൂടി, ഒക്ടോബർ, നവംബർ, ഡിസംബറിൽ ഒന്നുകൂടി അല്ലെ. അപ്പൊ മിനിമം 4 പ്രാവശ്യം കൂടും. 3 മാസത്തിൽ ഒരിക്കലാണ് കൂടേണ്ടത് കേട്ടോ. കുറഞ്ഞ പക്ഷം 3 മാസത്തിൽ ഒരിക്കലാണ് അത് കൂടേണ്ടത്. ഓക്കെ, റൈറ്റ് ആൻസർ കുറഞ്ഞ പക്ഷം 3 മാസത്തിൽ ഒരിക്കലെങ്കിലുമാണ്. വേറെ ഓപ്ഷൻ ഒന്നും നിങ്ങൾ നോക്കാൻ പോകണ്ട. ആ ചോദ്യം വരുമ്പോൾ ഓപ്ഷൻ നോക്കരുത്. കാരണം ചിലപ്പോൾ നമുക്ക് അറിയായിരിക്കും, പക്ഷെ ചില ചോദ്യങ്ങളുടെ ഓപ്ഷൻ കാണുമ്പോൾ നമുക്ക് ഉള്ളതും കൂടെ കൺഫ്യൂഷൻ ആയി പോകും. നിങ്ങൾ എപ്പോഴും ചോദ്യം വായിക്കുമ്പോൾ നിങ്ങൾക്ക് 100% ഉറപ്പാണെന്നുള്ള ഒരു കാര്യം ഉണ്ടെങ്കിൽ നമ്മുടെ മനസ്സിലുള്ള ആൻസറിനെ ആദ്യം ഇങ്ങോട്ട് കൊണ്ടുവരിക. അത് നമ്മുടെ ഓപ്ഷനിൽ ഉണ്ടോ എന്ന് നോക്കുക. ഓപ്ഷനിൽ ഉണ്ടാകും, അത് അങ്ങോട്ട് കൊടുക്കുക, OMRലോട്ട് കൊടുക്കുക. വേറെ ഒന്നും അവിടെ കിടന്ന് ആലോചിക്കാൻ പോകരുത്. ആ ഓപ്ഷൻ ആണോ ഈ ഓപ്ഷൻ ആണോ എന്ന് തിങ്ക് ചെയ്ത് നമ്മുടെ പല ആൻസർ തെറ്റിപ്പോകും. അപ്പൊ ഇതൊക്കെ ഇങ്ങനെ തന്നെ പഠിച്ചു വെക്കണം. എത്രയാണ്? വേറെ ഓപ്ഷൻ നോക്കാൻ പോകരുത്. അവിടെ 6 ഉണ്ടാവും, 4 ഉണ്ടാവും, 2 ഉണ്ടാവും. 3 മാസത്തിൽ ഒരിക്കലെങ്കിലും. ഓക്കെ, ക്ലിയർ. കേരള നിയമസഭ കേരള പഞ്ചായത്ത് രാജ് നിയമം പാസ്സാക്കിയ വർഷം. അപ്പൊ പഞ്ചായത്ത് രാജ് നിയമം എന്ന് പറയുന്നത് 73ാം ഭേദഗതി, 92, 93 ഒക്കെ നമ്മൾ പഠിക്കുന്നതാണ്. ചോദ്യം അതല്ല, കേരള നിയമസഭ കേരള പഞ്ചായത്ത് രാജ് നിയമം പാസ്സാക്കിയതാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ കൃത്യമായിട്ട് ഓർക്കണം, 92 ഉണ്ട്, 93 ഉണ്ട്, 94 ഉണ്ട്, 95 ഉണ്ട്. ഒരുപക്ഷെ 95 തെറ്റാന്ന് പലർക്കും അറിയായിരിക്കും. ഇവിടെ കിടന്ന് കൺഫ്യൂഷൻ ആവാൻ സാധ്യതയുണ്ട്. ശ്രദ്ധിക്കണം, കേരള നിയമസഭ കേരള പഞ്ചായത്ത് രാജ് നിയമം പാസ്സാക്കിയത് 94ലാണ്. കാരണം 92, 93 ഒക്കെ നമ്മൾ പഠിക്കുന്നത് 73ാം ഭേദഗതിയിലാണ്. ഓക്കെ, 93 നിലവിൽ വന്നത്. 94 കേരള ആകുമ്പോൾ ഒന്നോടെ ഒരു വർഷം കഴിഞ്ഞിട്ടാ. 94 കേട്ടോ റൈറ്റ് ആൻസർ. 94ലാണ്. പഞ്ചായത്ത് രാജുമായിട്ട് ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ ഏതാണ്? തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ഭരണഘടനാ അംഗീകാരം നൽകണമെന്ന് ശുപാർശ ചെയ്ത കമ്മിറ്റിയാണ് PK തുങ്കൻ കമ്മിറ്റി.
EMS നമ്പൂതിരിപ്പാട് അശോക മേത്ത കമ്മിറ്റിയിലെ അംഗമായിരുന്നു. ഭരണഘടനയുടെ 71ാം ഭേദഗതി പഞ്ചായത്ത് രാജുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. ഇന്ത്യയിൽ ആദ്യമായി പഞ്ചായത്ത് രാജ് സംവിധാനം നിലവിൽ വന്നത് 1959 ഒക്ടോബർ മാസം 2 രാജസ്ഥാനിലാണ്. നമ്മളോട് ചോദിച്ചിട്ടുള്ളത് താഴെ തന്നിട്ടുള്ളവയിൽ ശരിയായ പ്രസ്താവന എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ശരിയായതാണോ തെറ്റാണെന്നാണെന്ന് എപ്പോഴും കൺഫേം ചെയ്യണം. ഞാൻ എപ്പോഴും പറയാറുണ്ട്. അപ്പൊ നിങ്ങളൊന്ന് അണ്ടർലൈൻ ചെയ്ത് പോവുക. ഇപ്പൊ ഇതിൽ നമുക്ക് തെറ്റുള്ളത് നമുക്ക് വേണമെങ്കിൽ ആദ്യമേ തന്നെ വെട്ടാം അല്ലെ. നമ്മൾ നോക്കിക്കേ, ഇവിടെ 71ാം ഭേദഗതി പഞ്ചായത്ത് രാജ് കേൾക്കുമ്പോൾ തന്നെ അറിയപ്പോ നമ്മൾ പലതവണ പറഞ്ഞു 73ആണ്. ഇത് തെറ്റാണ്. 3 തെറ്റാണ്. ഓപ്ഷനിൽ 3 ഉണ്ടെങ്കിൽ നമുക്ക് കളയാം അല്ലെ. 3 കളഞ്ഞു കഴിഞ്ഞാൽ അത് A പോയി, B പോയി, C പോയി. അപ്പൊ നമ്മുടെ ആൻസർ കിട്ടിക്കഴിഞ്ഞു. എന്താണ് 1, 2, 4 ശരിയാണ്. നമുക്ക് അതിനെപ്പറ്റി ഒരു ധാരണയില്ലെങ്കിലും നമുക്ക് കണ്ണടിച്ച് ആൻസർ കൊടുക്കാം. ഏത് 3 തെറ്റാന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇങ്ങനത്തെ ലക്കി ക്വസ്റ്റ്യൻസ് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഏതെങ്കിലും ഒക്കെ കിട്ടും നിങ്ങൾക്ക്. അപ്പൊ എല്ലാ ചോദ്യത്തിലും ഒരു പ്രതീക്ഷ വെച്ച് വേണം ഓരോ ക്വസ്റ്റ്യൻസിനെ നിങ്ങൾ ഹാൻഡിൽ ചെയ്യാനായിട്ട്. ഓക്കെ, 1, 2, 4, 3 അപ്പൊ ശരിയാണ്. ഏതൊക്കെയാണ് 1, 2, 4 പറയണത്? തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ഭരണഘടനാ അംഗീകാരം നൽകണമെന്ന് ശുപാർശ ചെയ്ത കമ്മിറ്റി ഏതാ? PK തുങ്കൻ കമ്മിറ്റി. PK തുങ്കൻ കമ്മിറ്റി പറഞ്ഞു തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് എന്ത് കൊടുക്കണമെന്ന്? ഭരണഘടനാ സാധു കൊടുക്കണമെന്ന്. LMCME കമ്മിറ്റിയും സെയിം തന്നെയാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. 2 കമ്മിറ്റിയും ഉണ്ടെങ്കിൽ ഒരു കാര്യം പറഞ്ഞിട്ടുള്ളത്. EMS നമ്പൂതിരിപ്പാട് അശോക മേത്ത കമ്മിറ്റിയിലെ അംഗമായിരുന്നു. അപ്പൊ അശോക മേത്ത കമ്മിറ്റിയിലെ അംഗമായിരുന്ന മലയാളി ആര്? അതിന്റെ ആൻസർ EMS നമ്പൂതിരിപ്പാടാണ്, നമ്മുടെ ആദ്യത്തെ മുഖ്യമന്ത്രി അല്ലെ. ഇന്ത്യയിൽ ആദ്യമായിട്ട് പഞ്ചായത്ത് രാജ് സംവിധാനം നിലവിൽ വന്നത് 1959 ഒക്ടോബർ മാസം 2-ാം തീയതി രാജസ്ഥാനിലാണ്. ശരിയാണ്, ഇന്ത്യയിൽ ആദ്യമായിട്ട് അന്നാ വന്നത്. പക്ഷെ പിന്നീട് 73ാം ഭേദഗതി വന്നപ്പോഴേക്കും 92, 93 കാലഘട്ടം എത്തിയെങ്കിലും അതിനൊക്കെ മുന്നേ പഞ്ചായത്ത് രാജ് സംവിധാനം ആദ്യമായിട്ട് വന്നത് നമ്മുടെ രാജസ്ഥാനിലാണ് 1959 ഒക്ടോബർ 2 ഓർത്ത് വെച്ചോണം. ഇന്ത്യയിൽ പഞ്ചായത്ത് രാജ് സംവിധാനം നിലവിൽ വന്ന ആദ്യ സംസ്ഥാനം രാജസ്ഥാനാണ്. രാജസ്ഥാനിലെ നാഗൂർ ജില്ലയിലാണ് പഞ്ചായത്ത് രാജ് സംവിധാനം ആദ്യമായിട്ട് വന്നത്. രാജസ്ഥാനിലെ നാഗൂർ ജില്ലയിലാണ്. ജവഹർലാൽ നെഹ്റു ആണ് അത് ഉദ്ഘാടനം ചെയ്തത്. 1959 ഗാന്ധി ജയന്തിയാണ് ഒക്ടോബർ 2 രാജസ്ഥാനിലെ നാഗൂർ ജില്ലയിലെ പഞ്ചായത്ത് രാജ് ഉദ്ഘാടനം ചെയ്തത് ജവഹർലാൽ നെഹ്റു ആണ്. ഇന്ത്യയിലെ ത്രിതല പഞ്ചായത്ത് രാജ് സംവിധാനം വിഭാവനം ചെയ്തിരിക്കുന്നത് എത്ര ജനസംഖ്യയിൽ കൂടുതലുള്ള സംസ്ഥാനങ്ങളിലാണ്? അത് ശ്രദ്ധിച്ചോണം. ഈ ത്രിതല സിസ്റ്റം ആണ് നമുക്കറിയാം അല്ലെ. 3 ടയർ ആണ്. നമ്മുടെ ഇവിടെയൊക്കെ ഉള്ളതുപോലെ ഗ്രാമപഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത്, അങ്ങനെ ത്രിതല സംവിധാനമാണ്. പക്ഷെ അത് പറഞ്ഞിട്ടുള്ളത് എങ്ങനെയാന്ന് വെച്ചാൽ 20 ലക്ഷം അംഗങ്ങൾ, 20 ലക്ഷം ജനങ്ങളുള്ള ജനസംഖ്യയിൽ 20 ലക്ഷത്തിൽ കൂടുതലുള്ള സംസ്ഥാനങ്ങളിലാണ് ഈ 3 ടയർ വേണ്ടത്. 20 ലക്ഷത്തിൽ താഴെ ജനങ്ങളുള്ളെങ്കിൽ അതൊരു ദ്വിതല സംവിധാനം മതി എന്നുള്ളതാണ് കേട്ടോ. അപ്പൊ അത് എങ്ങനെ ചോദിച്ചാൽ അറിയണം. 20 ലക്ഷം പേര് അതിന് കൂടുതലുള്ളപ്പോഴാണ് ത്രിതല സംവിധാനം ഇതിനകത്ത് പറഞ്ഞിട്ടുള്ളത്. തദ്ദേശീയ ഗവൺമെന്റ് സമിതികൾക്ക് ഭരണഘടനാപരമായ അംഗീകാരം നൽകണമെന്ന് ശുപാർശ ചെയ്ത കമ്മിറ്റി നമ്മൾ ഓൾറെഡി പറഞ്ഞു. ഏതാണ് ഓപ്ഷനിലെ? കാക്ക കാലേക്കർ, സർക്കാരിയ കമ്മീഷൻ, PK തുങ്കൻ, ബലവന്ത്രായ് മേത്ത. തദ്ദേശ ഗവൺമെന്റിന് ഭരണഘടനാപരമായ അംഗീകാരം, തദ്ദേശീയ ഗവൺമെന്റ് സമിതികൾക്ക് കോൺസ്റ്റിറ്റ്യൂഷണൽ ഒരു റെക്കഗ്നേഷൻ അല്ലെ, ഭരണഘടനാപരമായ അംഗീകാരം കൊടുക്കണമെന്ന് പറഞ്ഞ കമ്മിറ്റി ഏതാ? PK തുങ്കൻ കമ്മീഷൻ ആണ് റൈറ്റ് ആൻസർ കേട്ടോ. ഭരണഘടനാ സ്ഥാപനങ്ങളിൽ നിന്നുള്ള ചോദ്യങ്ങൾ നോക്കാം. ഭരണഘടനാ ഇതര സ്ഥാപനം തിരിച്ചറിയാം. നമുക്കൊരു സിലബസിൽ നമുക്കൊരു പോർഷൻ ഉണ്ട് ഭരണഘടനാ സ്ഥാപനങ്ങൾ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇതിൽ ചോദിച്ചിട്ടുള്ളത് താഴെ തന്നിട്ടുള്ള ഭരണഘടനാ സ്ഥാപനം അല്ലാത്തത് ഏത് എന്നതിന് പകരമാണ് ഭരണഘടനാ ഇതര സ്ഥാപനം. അതായത് കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡി അല്ല, സ്റ്റാറ്റ്യൂട്ടറി ബോഡി ഇതിൽ ഏതാന്നാ ചോദിച്ചേക്കുന്നത്. ഭരണഘടനാ സ്ഥാപനം അല്ലാത്തത് ഏത്, അല്ലെങ്കിൽ ഭരണഘടനാ ഇതര സ്ഥാപനം ഏതെന്ന്. ഇതിൽ ഏതാ ഭരണഘടനാ സ്ഥാപനം അല്ലാത്തത്? പെട്ടെന്ന് ഓർക്കാൻ വേണ്ടി ഇങ്ങനെ ഓർത്താൽ മതി. ഒരു സ്ഥാപനം തരുമ്പോൾ അതിനൊരു ആർട്ടിക്കിൾ നമ്മൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ അത് ഭരണഘടനാ സ്ഥാപനം ആയിരിക്കും. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആർട്ടിക്കിൾ ഇല്ലേ? ആർട്ടിക്കിൾ ഉണ്ട്. ഇതിപ്പോ ഭരണഘടനാ സ്ഥാപനമാണ്. നമുക്ക് ഭരണഘടന ഇതര സ്ഥാപന വേണ്ടത്. അപ്പൊ ഇതെല്ലാം നമ്മുടെ ആൻസറാണ്. അറ്റോർണി ജനറലിന്റെ ആർട്ടിക്കിൾ ഇല്ലേ? ആർട്ടിക്കിൾ ഉണ്ട് അല്ലെ. അറ്റോർണി ജനറലിന്റെ ആർട്ടിക്കിൾ നിങ്ങളൊന്ന് കമന്റ് ചെയ്യണം കേട്ടോ. അറ്റോർണി ജനറലിന്റെ ആർട്ടിക്കിൾ തന്നെ പറഞ്ഞു എഴുതി കമന്റ് ചെയ്യണേ. അപ്പൊ അറ്റോർണി ജനറലും എന്താണ്? ഭരണഘടനാ സ്ഥാപനമാണ്. ഇത് നമ്മുടെ ആൻസർ അല്ല. നീതി ആയോഗിന് ഒരു ആർട്ടിക്കിൾ പഠിച്ചിട്ടുണ്ടോ നിങ്ങൾ? ഇല്ല, നീതി ആയോഗിന് നമ്മൾ ആർട്ടിക്കിൾ ഒന്നും പഠിച്ചിട്ടില്ല. ദേശീയ പട്ടികവർഗ കമ്മീഷൻ, ST കമ്മീഷൻ ആർട്ടിക്കിൾ ഉണ്ട്. അപ്പൊ ഇതും ഭരണഘടന ഇതര സ്ഥാപനം അല്ല, ഭരണഘടനാ സ്ഥാപനമാണ്. ഭരണഘടന ഇതര സ്ഥാപനം ഏതാണ്? നീതി ആയോഗാണ് ഇതിനകത്ത് ഭരണഘടന ഇതര സ്ഥാപനം വരുന്നത്. ഓക്കെ, ഇപ്പൊ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ഭരണഘടനാ സ്ഥാപനം ഒന്ന് നോക്കി വെച്ചോ. അറ്റോർണി ജനറൽ, CAG, ഇലക്ഷൻ കമ്മീഷൻ, ധനകാര്യ കമ്മീഷൻ, ദേശീയ പട്ടികജാതി കമ്മീഷൻ, പട്ടികവർഗ കമ്മീഷൻ, ദേശീയ പിന്നാക്ക വിഭാഗ കമ്മീഷൻ, UPSC, സ്റ്റേറ്റ് PSC ഒക്കെ എന്താണ്? ഭരണഘടനാ സ്ഥാപനങ്ങളാണ്. ഇന്ത്യയിലെ പ്രധാന സ്റ്റാറ്റ്യൂട്ടറി ബോഡീസ്, ഭരണഘടന ഇതര സ്ഥാപനങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കിയാൽ സെബി അതൊരു ഭരണഘടന ഇതര സ്ഥാപനമാണ്. മനുഷ്യാവകാശ കമ്മീഷൻ, അതുപോലെ തന്നെ വനിതാ കമ്മീഷൻ, ഇതിനൊക്കെ ആർട്ടിക്കിൾ നമ്മൾ പഠിക്കുന്നുണ്ടോ? ഇല്ല അല്ലെ. മനുഷ്യാവകാശ കമ്മീഷൻ, വനിതാ കമ്മീഷൻ, ന്യൂനപക്ഷ കമ്മീഷൻ, ഹരിത ട്രൈബ്യൂണൽ, സെൻട്രൽ വിജിലൻസ് കമ്മീഷൻ, നബാർഡ്, ബാലാവകാശ കമ്മീഷൻ, ഇങ്ങനെ തുടങ്ങി നമുക്ക് എന്താണ്
ആർട്ടിക്കിൾ പ്രത്യേകിച്ച് നമ്മൾ പഠിക്കാത്ത കമ്മീഷൻസ് ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിൽ മനസ്സിലാക്കേണ്ട അത് ഭരണഘടനാ സ്ഥാപനത്തിൽ വരുന്നതല്ല. ഇനി ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായിട്ട് ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന. ചോദ്യം കണ്ടോ? തെറ്റായ പ്രസ്താവന നമ്മൾ പറയേണ്ടത്. ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇപ്പോൾ 3 പേരടങ്ങുന്ന സമിതിയാണ്. ആണോ? ഒരു ചീഫ് ഇലക്ഷൻ കമ്മീഷണർ, അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് 2 കമ്മീഷണർമാരുമാണ് ഉള്ളത്. ഇത് 100% ശരിയാ. നമുക്ക് ആൻസറിൽ വേണ്ട, നമുക്ക് തെറ്റാ വേണ്ട. ഒന്നും നമ്മുടെ ആൻസർ ആയിട്ട് വരാൻ പാടില്ല കേട്ടോ. ഒന്നും ആൻസർ ആയിട്ട് വരാൻ പാടില്ല. അപ്പൊ നമ്മൾ ഒന്നുണ്ടെങ്കിൽ കട്ട് ചെയ്ത് കളയാം. എന്താ? 1 കളഞ്ഞു, 1 കളഞ്ഞു. ഇനി 3 മാത്രം, 3, 4 മാത്രം. അപ്പൊ 3 എന്തായാലും തെറ്റാന്ന് ഉറപ്പാ. 4 കൂടെ നോക്കിയാൽ മതി ശരിക്കും, അല്ലെ? 3 തെറ്റാ. അപ്പൊ തെരഞ്ഞെടുപ്പ് നടത്താൻ വിപുലമായ ഉദ്യോഗസ്ഥ വൃന്ദം തെരഞ്ഞെടുപ്പ് കമ്മീഷനുള്ളത് തെറ്റാ. ഒരു വിപുലമായ ഉദ്യോഗസ്ഥ വൃന്ദം അതിനുവേണ്ടി മാത്രം ഉണ്ട് എന്നൊക്കെ പറഞ്ഞത് തെറ്റാണ്. ഒരു മെയിൻ കമ്മീഷണർ, 2 കമ്മീഷണർമാരും ഉണ്ട്, കുറച്ച് ഉദ്യോഗസ്ഥരും ഉണ്ട്, നല്ലതായിട്ട് ഒരു വിപുലമായ ഉദ്യോഗസ്ഥ വൃന്ദം ഒന്നും അവിടെ ഇല്ല. അപ്പൊ അത് തെറ്റാ. ഇനി 4, രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, രാജ്യസഭ, ലോകസഭ, സംസ്ഥാന നിയമസഭ തെരഞ്ഞെടുപ്പുകൾ നടത്തുന്നത് ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. രാഷ്ട്രപതിയുടെ ഇലക്ഷൻ, ഉപരാഷ്ട്രപതിയുടെ ഇലക്ഷൻ, രാജ്യസഭ ഇലക്ഷൻ, ലോകസഭ ഇലക്ഷൻ, സംസ്ഥാന നിയമസഭ ഇലക്ഷൻ, ഇത്രയും ഇലക്ഷൻസ് നടന്നത് ദേശീയ തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ്, ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. ശരിയാണോ? യെസ്, ശരിയാണ്. ഇതിൽ വരാത്ത ഒരേ ഒരു ഇലക്ഷനേ ഉള്ളൂ. ഏതാ? നമ്മുടെ പഞ്ചായത്ത് ഇലക്ഷൻ, അല്ലെ? തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ഇലക്ഷൻ, പഞ്ചായത്ത് മുനിസിപ്പാലിറ്റികളുടെ ഇലക്ഷൻ നടത്തുന്ന ആരാ? അത് സംസ്ഥാന ഇലക്ഷൻ കമ്മീഷനാണ്. ബാക്കി നമ്മുടെ നിയമസഭ ഇലക്ഷൻ പോലും നടത്തുന്ന ആരാ? തെരഞ്ഞെടുപ്പ് കമ്മീഷനെ. മാറിപ്പോരുത്. ഈ കേന്ദ്രത്തിലെ എല്ലാം രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, ലോക്സഭ, രാജ്യസഭ ഇലക്ഷൻ ഒക്കെ ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. ഇത് മാത്രമാണ് നിങ്ങളൊന്ന് ശ്രദ്ധിക്കേണ്ടത്. അതായത് സംസ്ഥാന നിയമസഭയുടെ, നമ്മുടെ നിയമസഭ ഇലക്ഷൻ ആരാ നടത്തണേ? സംസ്ഥാന ഇലക്ഷൻ കമ്മീഷൻ അല്ല നടത്തണേ, അത് നടത്തുന്നത് കേന്ദ്ര ഇലക്ഷൻ കമ്മീഷൻ തന്നെയാണ്. അപ്പൊ സംസ്ഥാന ഇലക്ഷൻ കമ്മീഷന്റെ ഡ്യൂട്ടി എന്താ? അവർക്ക് ഇലക്ഷൻ ഡ്യൂട്ടി കൊടുത്തേക്കുന്നത് എവിടെയാ? തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ഇലക്ഷൻ നടത്തുമ്പോഴാണ്. മാറിപ്പോകരുത് കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. തെരഞ്ഞെടുപ്പ് കമ്മീഷനെ പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ്. അതൊരു കണ്ടിന്യൂഷൻ ആണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷനെ പറ്റി പറയുന്ന ആർട്ടിക്കിൾ 324 കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലവിൽ വന്നത് എന്നാണ്? റിപ്പബ്ലിക് ഡേയുടെ തലേന്ന്, അല്ലെ? 1950 ജനുവരി 25 കേന്ദ്ര ഇലക്ഷൻ കമ്മീഷൻ വരുന്നത്. ചീഫ് ഇലക്ഷൻ കമ്മീഷണറും ഉണ്ട്, 2 ഇലക്ഷൻ കമ്മീഷണർമാരും കൂടെ ചേർന്നാണ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. 1989 വരെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരു ഏകാംഗ കമ്മീഷനായിരുന്നു, ഒറ്റ അംഗം ഉണ്ടായിരുന്നുള്ളൂ. മുഖ്യ ഇലക്ഷൻ കമ്മീഷനെയും മറ്റ് കമ്മീഷണർമാരെ നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ്. ചീഫ് ഇലക്ഷൻ കമ്മീഷനെയും മറ്റ് കമ്മീഷണർമാരെ അപ്പോയിന്റ് ചെയ്യുന്നത് ആരാണ്? രാഷ്ട്രപതിയാണ്. 1950 ജനുവരി 25 നിലവിൽ വന്നു. 89 വരെ ഒരാളെ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ ഒരു ഇലക്ഷൻ കമ്മീഷണറും ഉണ്ട്, 2 കമ്മീഷണർമാരും ഉണ്ട്. ഇനി അറ്റോർണി ജനറൽ ഭരണഘടനാ സ്ഥാപനമാണ്. അതുമായിട്ട് ബന്ധപ്പെട്ട് ശരിയായ സ്റ്റേറ്റ്മെന്റ് ചോദിക്കുകയാണ്. ഇന്ത്യയിലെ ശരിയായതല്ലേ ചോദിച്ചിരുന്നല്ല, തെറ്റായ സ്റ്റേറ്റ്മെന്റ് ആണ്, അല്ലെ? ശ്രദ്ധിക്കണം, ചോദ്യം തെറ്റായ സ്റ്റേറ്റ്മെന്റ് ആണ്. എക്സാം ഹോളിൽ ഇരിക്കുമ്പോഴേ നമ്മളിപ്പോ ആദ്യത്തെ ഒരു 3-4 എണ്ണമൊക്കെ നമ്മൾ ശരിയായത് ചെയ്തായിരിക്കും വരുന്നത്. അപ്പോഴാണ് ചിലപ്പോൾ ഒരു തെറ്റായ ക്വസ്റ്റ്യൻ വരണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആ സമയത്ത് ഓട്ടോമാറ്റിക്കലി നമ്മുടെ മൈൻഡ് ഡിസ്റ്റർബ്ഡ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് മാറിപ്പോകും. അപ്പൊ എപ്പോഴും ഞാൻ പറഞ്ഞത് പ്രത്യേകം ഓർക്കണം. ചോദ്യം 2 തവണ വായിക്കണം. ശരിയാണോ തെറ്റാണോ എന്നുള്ള കൃത്യമായിട്ട് നോക്കിയ ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ ഒന്ന് അണ്ടർലൈൻ ചെയ്യുക. നമ്മൾ ആൻസർ സ്വയംമാരോട്ട് കൊടുക്കുന്നേക്കാളും മുന്നേ ഒന്നോട് നോക്കണം, നമ്മൾ ചെയ്തത് ശരി തന്നെയാണോ അല്ലെങ്കിൽ തെറ്റ് തന്നെയാണോ, എന്താണോ ചോദിച്ചത് അതിനുള്ള ആൻസർ ആണോ നിങ്ങൾ ഉറപ്പ് വരുത്തണം കേട്ടോ. വളരെയധികം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഇവിടെ തെറ്റായ പ്രസ്താവനയാണ്. ഇന്ത്യയിലെ 1ാമത്തെ നിയമ ഓഫീസറാണ് അറ്റോർണി ജനറൽ. പാർലമെന്റിലെ അംഗം അല്ലെങ്കിൽ പോലും പാർലമെന്റിൽ പങ്കെടുക്കാനായിട്ട് അദ്ദേഹത്തിന് കഴിയും. രാഷ്ട്രപതിയാണ് അദ്ദേഹത്തിനെ നിയമിക്കുന്നത്. പാർലമെന്റിലെ അംഗം അല്ലാത്തതിനാൽ പാർലമെന്റിൽ പങ്കെടുക്കാനുള്ള അവകാശം ഇല്ല. എന്താണ് ഇതിൽ തെറ്റ്? ഇതിൽ ആദ്യത്തെ ശരിയല്ലേ? ഇന്ത്യയിലെ 1ാമത്തെ നിയമ ഓഫീസറാണ് അദ്ദേഹം. പാർലമെന്റിലെ അംഗം അല്ലെങ്കിൽ പോലും അദ്ദേഹത്തിന് പാർലമെന്റിൽ പങ്കെടുക്കാൻ കഴിയും. അദ്ദേഹത്തിനെ കഴിയുള്ളൂ, അല്ലെ? പാർലമെന്റിൽ വരാൻ പറ്റും അദ്ദേഹത്തിന് അംഗം അല്ലെങ്കിലും. രാഷ്ട്രപതിയാണ് നിയമിക്കുന്നത് എന്നുള്ളത് ശരി തന്നെയാണ്. പാർലമെന്റിലെ അംഗം അല്ലാത്തതിനാൽ പാർലമെന്റിൽ പങ്കെടുക്കാനുള്ള അവകാശം ഇല്ലാന്ന് അതിപ്പോ മുന്നേ നമ്മൾ പറഞ്ഞൂലേ, കണ്ടു അവിടെ. അതാണ് ശരി, ഇത് തെറ്റാണ്. അദ്ദേഹത്തിന് പാർലമെന്റിൽ പങ്കെടുക്കാൻ പറ്റും, വോട്ട് ചെയ്യാൻ പറ്റില്ലെന്നേ ഉള്ളൂ, പങ്കെടുക്കാൻ പറ്റും. 4 ഇത് തെറ്റ്. നമ്മുടെ തെറ്റല്ലേ ചോദിച്ചേക്കണേ? അപ്പൊ 4 മാത്രം എന്നുള്ള ഓപ്ഷൻ ഉണ്ട്, അതാണ് ഇവിടെ തെറ്റായിട്ട് വരുന്നത്. ഇന്ത്യൻ ഭരണഘടനയിലെ 3 ലിസ്റ്റുകളിൽ ഉൾപ്പെട്ട വിഷയങ്ങളുമായി ബന്ധപ്പെട്ട പ്രസ്താവനയാണ് ചുവടെ ചേർത്തിരിക്കുന്നത് ശരിയായ പ്രസ്താവന. ലിസ്റ്റുകളിൽ നിന്നുള്ളൊരു ചോദ്യമാണ്. കേന്ദ്ര ലിസ്റ്റ് പോലീസ്, ബാങ്കിങ്, പൊതുജനാരോഗ്യം. പൊതുജനാരോഗ്യം ഇത് 3ഉം കേന്ദ്ര ലിസ്റ്റിലാണെന്ന്. പോലീസ്, ബാങ്കിങ്, പൊതുജനാരോഗ്യം. സംസ്ഥാന ലിസ്റ്റിലാണ് പറഞ്ഞിട്ടുള്ളത് ജയില്, മദ്യം, പിന്നെ വാണിജ്യം. ഇനി കൺഗ്രൻ ലിസ്റ്റിലാണ് വനം, വിദ്യാഭ്യാസം, തൊഴിലാളി സംഘടനകൾ. ഇത് 3 നമ്മളോട് തന്നിട്ട് നമ്മളോട് ചോദിച്ചിട്ടുള്ളത് ഇതുമായിട്ട് ബന്ധപ്പെട്ട പ്രസ്താവനയിൽ ശരിയായ പ്രസ്താവനയാണ് ചോദിച്ചേക്കുന്നത്. അപ്പൊ നിങ്ങൾ നോക്കി, കേന്ദ്ര ലിസ്റ്റിലാണോ പോലീസ്, ബാങ്കിങ്, പൊതുജനാരോഗ്യം? ഇതിൽ ഏതെങ്കിലും കേന്ദ്ര ലിസ്റ്റിൽ അല്ലാത്തുണ്ടോ? ഈ പൊതുജനാരോഗ്യം, നമ്മുടെ ആരോഗ്യമൊക്കെ, നമ്മുടെ സംസ്ഥാനത്തെ ജനങ്ങളുടെ ആരോഗ്യത്തിന്റെ സ്ഥിതി മറ്റു സംസ്ഥാനങ്ങളുമായിട്ട് വ്യത്യാസമില്ലേ? അപ്പൊ നമ്മുടെ സംസ്ഥാന ലിസ്റ്റിൽ വരുന്ന കാര്യം, കേന്ദ്ര ലിസ്റ്റ് അല്ല. ഇത് ആക്ച്വലി തെറ്റാണ്. സംസ്ഥാന ലിസ്റ്റിലാണ് ജയില്, മദ്യം, വാണിജ്യം ഒക്കെ സംസ്ഥാന ലിസ്റ്റിലാണ്. ശരിയായിരിക്കുമോ?
കൺകറന്റ് ലിസ്റ്റിൽ എന്തൊക്കെയുണ്ട് നോക്കിക്കേ. വനം, വിദ്യാഭ്യാസം, തൊഴിലാളി സംഘടനകൾ കൺകറന്റ് ലിസ്റ്റ്. വനവും വിദ്യാഭ്യാസവും ശരിയല്ലേ, നിങ്ങൾക്ക് അറിയായിരിക്കും. കാരണം നമ്മൾ 42nd അമെന്റ്മെന്റിൽ സ്റ്റേറ്റ് ലിസ്റ്റിൽ നിന്ന് കൺകറന്റ് ലിസ്റ്റിലോട്ട് മാറ്റിയ വിഷയങ്ങളാണ്. അപ്പൊ ഇതിൽ ഏതാണ് കറക്റ്റ്, ഏതാണ് തെറ്റ്? ഓൺലി 2 and 3 ആണ്. നമ്മളോട് എന്താ ചോദിച്ചിരിക്കുന്നത്? ശരിയാണോ തെറ്റാണോ ചോദിച്ചിരിക്കുന്നത്? ശരിയായതാണ്. അപ്പൊ 2, 3 ആണ് ശരി, ആദ്യത്തത് തെറ്റാണ്. നമ്മൾ ഐഡന്റിഫൈ ചെയ്തു അല്ലെ. ഒന്ന് തെറ്റാന്ന് നമ്മൾ ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട്. നമുക്ക് ഒന്ന് തെറ്റാന്ന് മനസ്സിലായി, നമുക്ക് ഒന്ന് കളയാം. ഇവിടുന്ന് ഒന്ന് കളയാം, ഇവിടുന്ന് ഒന്ന് കളയാം, ഇവിടുന്ന് ഒന്ന് കളയാം. ഒന്ന് കളഞ്ഞാൽ തന്നെ നമുക്ക് ബാക്കിയിൽ ഉറപ്പില്ലെങ്കിൽ നമുക്ക് ആൻസർ കിട്ടും. ഒന്ന് കളഞ്ഞാൽ നമുക്ക് മനസ്സിലാവും 2, 3 ശരിയാണ്. അപ്പൊ സംസ്ഥാന ലിസ്റ്റിലാണ് ജയില്, മദ്യം, വാണിജ്യം ഒക്കെ വരുന്നത്. അതുപോലെ കൺകറന്റ് ലിസ്റ്റിലാണ് വനം, വിദ്യാഭ്യാസവും തൊഴിലാളി സംഘടനകളും വരുന്നത്. ഇതുപോലെ ഈ മാച്ച് ദ ഫോളോയിങ് ആയിട്ടോ ഇങ്ങനത്തെ ചോദ്യങ്ങളൊക്കെ വന്നാൽ എന്തെങ്കിലും നമുക്ക് ഒരു ക്ലൂ അവിടെ കാണും. നമുക്ക് അത് വെച്ചിട്ട് എലിമിനേഷൻ ഒക്കെ കാണും. നിങ്ങൾ അത് മാക്സിമം പ്രയോജനപ്പെടുത്തണം, അത്തരം ഓപ്ഷൻസ് ഒക്കെ കേട്ടോ. ഇനി കൺകറന്റ് ലിസ്റ്റുമായിട്ട് ബന്ധപ്പെട്ടൊരു ചോദ്യമാണ്. താഴെ തന്നിട്ടുള്ള വിഷയങ്ങൾ കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെട്ടവ കണ്ടെത്തുക എന്നാണ്. ഇതിൽ ഏതൊക്കെയാണ് കൺകറന്റ് ലിസ്റ്റിലുള്ളത്? പൗരത്വം, വിവാഹമോചനം, ലോട്ടറികൾ, വനം. ഉറപ്പുള്ള ഏതാ? വനം കൺകറന്റ് ലിസ്റ്റ് ആണ്. ലോട്ടറി ഏതാ? ലോട്ടറി നമുക്ക് സ്റ്റേറ്റ് ആണെന്ന് തോന്നും, പക്ഷെ സ്റ്റേറ്റ് അല്ലാതെ സെൻട്രൽ ലിസ്റ്റാ വരുന്നത്. ഓക്കെ. പൗരത്വം ഏതിലാ വരുന്നത്? പൗരത്വം എന്താണെങ്കിലും സെൻട്രൽ ലിസ്റ്റ് അല്ലേ വരുന്നത്. ഇന്ത്യൻ പൗരൻ എന്നല്ലേ പറയണത്. പൗരത്വം അപ്പൊ സെൻട്രൽ ലിസ്റ്റിൽ വരുന്നത്, അപ്പൊ കൺകറന്റ് ലിസ്റ്റിലല്ല. ലോട്ടറി സെൻട്രലിൽ വരുന്നതാണ്, കൺകറന്റ് ലിസ്റ്റിലല്ല. വനം കൺകറന്റ് ലിസ്റ്റിലാണ്. ഇത് വെച്ച് കണ്ടെത്താൻ പറ്റുമോ നോക്കിക്കേ. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഉൾപ്പെട്ടവയാണ്. അപ്പൊ 4 എന്താണെങ്കിലും ഉണ്ട് അല്ലെ. 4 ഉള്ള ഒരു ഓപ്ഷൻ ആയിരിക്കണം നമ്മുടെ ആൻസറിൽ. 4 ഉള്ള നമുക്ക് 2 ഓപ്ഷൻ ഉള്ളതാ. ഒന്നല്ലെങ്കിൽ സി ആയിരിക്കും, അല്ലെങ്കിൽ ഡി ആയിരിക്കും. ബാങ്കിങ്, കുടുംബാസൂത്രണം, പോലീസ് ഏതാ? പോലീസ് സ്റ്റേറ്റ് ലിസ്റ്റ് അല്ലേ. പോലീസ് അതിൽ വരുന്നതല്ല. മദ്യം സ്റ്റേറ്റ് ലിസ്റ്റിലല്ലേ വരുന്നത്. അപ്പൊ 7, 8 നമുക്ക് അവിടുന്ന് കളയാം. 7, 8 കളഞ്ഞാലും ഈ 2, 4, 6 അല്ലെങ്കിൽ 2, 3, 4 ഇതിൽ കോമൺ ആയിട്ട് 2, 4 ഉണ്ട്. അപ്പൊ 2, 4 എന്തായാലും കൺകറന്റ് ലിസ്റ്റ് അല്ലെ. 2 കൺകറന്റ് ലിസ്റ്റ് ആണ്. വിവാഹമോചനം കൺകറന്റ് ലിസ്റ്റ്. വിവാഹമോചനം ഒക്കെ കൺകറന്റ് ലിസ്റ്റ് ആണ് കേട്ടോ. വിവാഹമോചനവും വനവും രണ്ടും ആവശ്യമുള്ള 2 കൺകറന്റ് ലിസ്റ്റ് ആണ്. 2, 4 നമുക്ക് ഉറപ്പിച്ചു. ഇനി നമുക്ക് ഈ 6 ആണോ 3 ആണോ, അതിൽ ഒരെണ്ണം കൺകറന്റ് ലിസ്റ്റാ. 6 എന്താ? കുടുംബാസൂത്രണമാണ് പറയണത്. 3 എന്താ? 3 ഓൾറെഡി അല്ലെന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അപ്പൊ നമുക്ക് 3 കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് പോകും. സോ ആൻസർ ഏതാണ്? 2, 4, 6 ആണ് റൈറ്റ് ആൻസർ വരുന്നത് അല്ലെ. 2, 4, 6. അപ്പോ നമുക്ക് കൺകറന്റ് ലിസ്റ്റിൽ വന്നിട്ടുള്ളത് ഈ കൂട്ടത്തിൽ ഏതൊക്കെയാണ്? കൺകറന്റ് ലിസ്റ്റിൽ വന്നിട്ടുള്ളത് വിവാഹമോചനം ഇപ്പൊ തന്നെ പഠിച്ചു വെച്ചു. കൺകറന്റ് ലിസ്റ്റിലുള്ള ചില വിഷയങ്ങൾ നമുക്ക് പഠിച്ചു വെക്കും. വിവാഹമോചനം കൺകറന്റ് ലിസ്റ്റ് ആണ്. വനം, വിദ്യാഭ്യാസം, പിന്നെ അളവ് തൂക്കം, അതുപോലെ വന്യമൃഗങ്ങളുടെയും പശുക്കളുടെയും സംരക്ഷണം, അതൊക്കെ നമുക്ക് ഓൾറെഡി അറിയാം കൺകറന്റ് ലിസ്റ്റ് ആണ്. കാരണം 42 അമെന്റ്മെന്റിൽ സ്റ്റേറ്റ് ലിസ്റ്റിൽ നിന്ന് മാറ്റിയതാണ്. അത് കൂടാണ്ട് വിവാഹമോചനം കൺകറന്റ് ലിസ്റ്റിൽ വരുന്നതാണ്. അതുപോലെ കുടുംബാസൂത്രണം കൺകറന്റ് ലിസ്റ്റിലാണ് വരുന്നത് കേട്ടോ. 2, 4, 6 കുടുംബാസൂത്രണവും വിവാഹമോചനവും വനവും ഒക്കെ അതിലാണ് വരുന്നത്. ഇനി ഇന്ത്യൻ ഭരണഘടനയിലെ വിദ്യാഭ്യാസം എന്ന വിഷയം ഉൾപ്പെടുന്ന ലിസ്റ്റ് ഓഫ് കോഴ്സ് നമുക്ക് അറിയാം അല്ലെ. ഏതാ? കൺകറന്റ് ലിസ്റ്റ് ആണ് വിദ്യാഭ്യാസം, എല്ലാവർക്കും അറിയായിരിക്കും. താഴെ പറയുന്നതിൽ കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെടുന്ന വിഷയങ്ങൾ ഏവാ? കൺകറന്റ് ലിസ്റ്റിൽ പെടുന്നത് വിദ്യാഭ്യാസം കൺകറന്റ് ലിസ്റ്റ് നമുക്കറിയാം, വനം കൺകറന്റ് ലിസ്റ്റ് നമുക്കറിയാം. ബാങ്കിങ് ഇപ്പൊ നമ്മൾ മുന്നേ ചോദ്യത്തിലും കണ്ടത് കൺകറന്റ് ലിസ്റ്റ് അല്ല അല്ലെ. ബാങ്കിങ് വരുന്നത് യൂണിയൻ ലിസ്റ്റിലാണ് വരുന്നത്, അതല്ല. ജയിലോ? സംസ്ഥാനത്തെ ക്രിമിനലുകളും ഒക്കെ ആ സംസ്ഥാനങ്ങളുമായിട്ട് ബന്ധപ്പെട്ടല്ലേ നോക്കേണ്ട കാര്യം. അപ്പൊ ജയിലും അല്ല. അപ്പൊ വിദ്യാഭ്യാസവും വനവുമാണ്. 1, 3 ആണ് റൈറ്റ് ആൻസർ വരേണ്ടത്. 1, 3 ആണ് റൈറ്റ് ആൻസർ വരിക. 1, 3. അപ്പൊ കൺകറന്റ് ലിസ്റ്റിലെ കുറച്ച് വിഷയങ്ങൾ പഠിച്ചു വെച്ചോ. കാരണം നമുക്ക് കൂടുതലും കൺകറന്റ് ലിസ്റ്റ് ആണ് ചോദിക്കാൻ സാധ്യത. വിദ്യാഭ്യാസം കൺകറന്റ് ലിസ്റ്റ് ആണ്, ഇലക്ട്രിസിറ്റി കൺകറന്റ് ലിസ്റ്റ് ആണ്, വനം പിന്നെ ബോയിലറുകൾ കൺകറന്റ് ലിസ്റ്റ് ആണ്, വന്യജീവികളുടെയും പശുക്കളുടെയും സംരക്ഷണം, ജനസംഖ്യാ നിയന്ത്രണവും കുടുംബ ആസൂത്രണവും, വില നിയന്ത്രണം, നീതിന്യായ ഭരണം, സുപ്രീം കോടതിയും ഹൈക്കോടതികളെയും ഒഴികെയുള്ള നീതിന്യായ ഭരണം, അത് സ്റ്റേറ്റ് ലിസ്റ്റിൽ നിന്ന് മാറ്റിയതാ. നീതിന്യായ ഭരണം, സാമ്പത്തികവും സാമൂഹികവുമായ ആസൂത്രണം അഥവാ പ്ലാനിങ്, കുടുംബാസൂത്രണവും സാമ്പത്തിക ആസൂത്രണവും ആസൂത്രണവും ഒക്കെ കൺകറന്റ് ലിസ്റ്റിലാണ്. വിവാഹവും വിവാഹമോചനം, ജനസംഖ്യാ നിയന്ത്രണം അല്ലെ, മുന്നേ നമ്മൾ കണ്ടു. അപ്പൊ നിങ്ങൾ ചിലത് കണക്ട് ചെയ്ത് പഠിക്കുക. ജനസംഖ്യാ നിയന്ത്രണം, കുടുംബാസൂത്രണം, പിന്നെ ഇവിടെ എന്താ ആസൂത്രണം? സാമ്പത്തിക ആസൂത്രണം, സാമൂഹിക ആസൂത്രണം, അവിടെ ജനസംഖ്യാ നിയന്ത്രണം, ഇവിടെ വിവാഹവും വിവാഹമോചനവും. ക്രിമിനൽ നിയമങ്ങൾ ഇതിനകത്താണ് വരുന്നത്. ഫാക്ടറികള്, ട്രസ്റ്റുകള്, ട്രേഡ് യൂണിയനുകൾ. ക്രിമിനൽ നിയമങ്ങൾ എവിടെയാ വരണമെങ്കിലും പോലീസും ജയിലും ഒക്കെ സ്റ്റേറ്റിലാണ് വരുന്നത്. കണക്ട് ചെയ്ത് പഠിച്ച് ഓർത്ത് വെച്ചോളണം. വില നിയന്ത്രണം എവിടെയാ വരുന്നത്, അളവ് തൂക്കം എവിടെയാ വരുന്നത്, നീതിന്യായ ഭരണം ഇവിടെ വരുന്നുണ്ട്. അത് സുപ്രീം കോടതി ഹൈക്കോടതി ഒഴികെയുള്ള നീതിന്യായ ഭരണം. ഓക്കെ. സ്വത്ത് ഏറ്റെടുക്കൽ ആവശ്യപ്പെടലും കൺകറന്റ് ലിസ്റ്റ് ആണ്. വർത്തമാന പത്രങ്ങള്, പുസ്തകങ്ങള്, അച്ചടി പ്രസ്സുകള്, പിന്നെ മൈനർ പോർട്സും കൺകറന്റ് ലിസ്റ്റിലാണ് വരുന്നത്. കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെട്ട വിഷയത്തിൽ കേന്ദ്രവും സംസ്ഥാനവും നിയമം നിർമ്മിച്ച്, ഈ മൈനർ പോർട്സിന്റെ കാര്യം പറയുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണേ. പോർട്ട് എന്ന് പറയുമ്പോൾ, മൈനർ പോർട്സ് എന്ന് പറയുമ്പോൾ നമുക്ക് സ്റ്റേറ്റും സെൻട്രലിനും തീരുമാനം എടുക്കാൻ പറ്റും. അതുകൊണ്ടാണല്ലോ കൺകറന്റ് എന്ന് പറയണേ.
അപ്പൊ ഏത് സ്റ്റേറ്റിലാണോ കൂടുതലും അപ്പൊ സ്റ്റേറ്റ് ആയിരിക്കും ചിലപ്പോൾ തീരുമാനങ്ങളൊക്കെ എടുക്കുക. ഓക്കെ, മൈനർ പോർട്സിന്റെ ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട്. അപ്പൊ ചിലപ്പോൾ സ്റ്റേറ്റ് ലിസ്റ്റ് നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടാകാം മൈനർ പോർട്സ്, അതുകൊണ്ട് ഞാൻ പറഞ്ഞതാ. ഓക്കെ, മേജർ പോർട്സ് എനിവേ കേന്ദ്രമാണ് തീരുമാനമൊക്കെ എടുക്കുക. മൈനർ പോർട്സിന്റെ കേസിൽ ഈ പറഞ്ഞ മാതിരി സ്റ്റേറ്റിനും കേന്ദ്രത്തിനും അധികാരം ഉണ്ട്, എന്നാൽ ഓരോ സ്റ്റേറ്റിന്റെ പരിധിയിലുള്ള പോർട്സ് ആകുമ്പോൾ സ്റ്റേറ്റിന് അവിടെ തീരുമാനം എടുക്കാനുള്ള അധികാരം വരുമല്ലോ. ഇനി കൺക്രന്റ് ലിസ്റ്റിൽ ഉൾപ്പെട്ട വിഷയത്തിൽ കേന്ദ്രവും സംസ്ഥാനവും നിയമം നിർമ്മിച്ചാൽ രണ്ടുപേരും നിയമം നിർമ്മിച്ചു എന്ന് കരുതുക. അപ്പൊ ഏത് നിയമത്തിന് ഇപ്പൊ കേന്ദ്രം പറയുകയാണ് ഈ കാര്യം കൺക്രന്റ് ലിസ്റ്റിലല്ലേ ഞങ്ങൾ തീരുമാനിച്ചോളാം, അല്ലെങ്കിൽ സംസ്ഥാനം പറയുകയാണ് ഇല്ല ഇത് സംസ്ഥാനത്തിന്റെ പരിധിയിലാണ് ഞങ്ങൾ തീരുമാനിച്ചോളാം പറഞ്ഞ് രണ്ടുപേരും നിയമം തീരുമാനിച്ചാൽ എന്ത് പറ്റും? അവിടെ കേന്ദ്ര നിയമവും സംസ്ഥാന നിയമവും ഒരുമിച്ച് നിലനിൽക്കുമോ? രണ്ട് നിയമങ്ങളും അസാധുവാകുമോ? കേന്ദ്ര നിയമം മാത്രം സാധുതയുള്ളതാകുമോ? സംസ്ഥാന നിയമം അതായത് സംസ്ഥാനങ്ങളിൽ സാധുതയുള്ളതായി തീരുവോ? രണ്ടുപേരുടെ നിയമം നിർമ്മിച്ചിട്ടുണ്ടെങ്കിൽ അത് കേന്ദ്ര നിയമം മാത്രമേ അത് സാധുതയുള്ളതാകുള്ളൂ കേട്ടോ, ശ്രദ്ധിക്കണം. രണ്ടുപേരുടെ നിയമം ഉണ്ടാക്കി കഴിഞ്ഞാൽ കേന്ദ്ര നിയമം മാത്രമായിരിക്കും സാധുതയുള്ളതാകുന്നത്. ഓക്കെ, അപ്പൊ നമ്മള് ലിസ്റ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ്, പഞ്ചായത്ത് രാജ്, നഗരപാലിക, ഇമ്പോർട്ടന്റ് അമെന്റ്മെന്റ്സ്, ഭരണഘടനാ സ്ഥാപനങ്ങൾ, ഈ ഏരിയയുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങളിലൂടെയാണ് ഈ ഒരു റിവിഷൻ കടന്നുപോയത്. അപ്പൊ നമ്മൾ കഴിഞ്ഞ 3 ക്ലാസ്സുകളിലായിട്ട് കോൺസ്റ്റിറ്റ്യൂഷനുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ ഏരിയയും ഒന്ന് ടച്ച് ചെയ്ത് നമുക്ക് കുറച്ചധികം ചോദ്യങ്ങൾ നിങ്ങളിലേക്ക് തന്നിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ ചുറ്റിപ്പറ്റി നിങ്ങൾ നോക്കണം. പ്രീവിയസ് ഇയേഴ്സ് ക്വസ്റ്റ്യൻ പേപ്പറിലെ ചോദ്യങ്ങളാണ് റിവിഷൻ ക്ലാസ്സിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിങ്ങൾക്ക് മുഴുവൻ മാർക്ക് വാങ്ങാൻ പറ്റുന്നതേ ഉള്ളൂ. നമ്മൾ പഠിക്കുമ്പോൾ വാരി വെച്ച് പഠിക്കണ്ട, നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്സിനെ സെലക്ട് ചെയ്തിട്ട് തന്നെ നിങ്ങൾ പഠിക്കുക. ഒരു സ്മാർട്ട് സ്റ്റഡിയാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ നമ്മൾ പഠിക്കുമ്പോൾ ഫാക്ട്സ് കൃത്യമായിട്ട് മനസ്സിലാക്കി ചെറിയ ചെറിയ പോയിന്റ്സ് ആയിരിക്കും ചിലപ്പോൾ നമുക്ക് ഒരു 1/3 ഒരു 2/3 ആയിട്ടായിരിക്കും ചിലപ്പോൾ ഇട്ടിട്ടായിരിക്കും ചോദ്യം ചോദിക്കുക. ഒരാഴ്ചത്തെ പ്രമേയം എന്നുള്ളത് രണ്ടാഴ്ചത്തുള്ള ഒരാഴ്ച അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുകയായിരിക്കും ചോദിക്കുന്നത്, അല്ലെ? ഇപ്പൊ ഒരാളുടെ സ്പീക്കർ എന്നുള്ളതിന് പകരം രാഷ്ട്രപതി ആക്കുക, രാഷ്ട്രപതി എന്നുള്ള സ്പീക്കർ ആക്കുക, അങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങളായിരിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി നമുക്ക് സ്റ്റേറ്റ്മെന്റ് തരുന്നത്. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ചോദ്യം വായിക്കുമ്പോൾ ശ്രദ്ധിച്ച് വായിച്ച് 2 തവണ ആലോചിച്ച് നമ്മൾ ആൻസർ കൊടുക്കണം. പല കാര്യങ്ങളും നമുക്ക് നമ്മുടെ കോമൺ സെൻസ് കൊണ്ട് നമുക്ക് ആൻസർ കണ്ടുപിടിക്കാൻ പറ്റും. എക്സാമ്പിൾ ഇപ്പോൾ കേന്ദ്ര യൂണിയൻ ലിസ്റ്റ് ആണോ സ്റ്റേറ്റ് ലിസ്റ്റ് ആണോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഒന്നോടെ ഒന്ന് ആലോചിച്ചാൽ മതി, ഇത് കേന്ദ്രത്തിന്റെ പരിധിയിൽ വരുമെന്നൊക്കെ ചോദിച്ചാൽ ചില കാര്യങ്ങൾ ആലോചിച്ച് നമുക്ക് കൊടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ. മൗലികാവകാശങ്ങളെ ഒന്നും കോംപ്രമൈസ് ചെയ്യാനില്ല, എല്ലാ ആർട്ടിക്കിൾസും ഇമ്പോർട്ടൻ്റ് മസ്റ്റ് ആയിട്ട് പഠിച്ചുകൊണ്ട് പോകണം. അതുപോലെ പുതിയതായിട്ട് വന്നിട്ടുള്ള അമെന്റ്മെന്റ്സ് 100 തൊട്ട് 106 വരെയുള്ള എല്ലാ അമെന്റ്മെന്റ്സും മസ്റ്റ് ആയിട്ട് പഠിച്ചുകൊണ്ട് പോകുക. നാരീശക്തിവന്ദന അധിനിയം ഒക്കെ വനിതാ സംവരണ ബില്ലൊക്കെ ക്ലിയർ ആയിട്ട് പഠിച്ചിട്ട് പോകുക. പിന്നെ റീസെന്റ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലൊക്കെ ബില്ലൊക്കെ രാഷ്ട്രപതി ഒപ്പുവെച്ച ഡേറ്റ്, രാജ്യസഭ ലോകസഭ പാസ്സാക്കിയ ഡേറ്റ് അടക്കം ചോദിക്കുന്നുണ്ട്. അപ്പൊ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഡേറ്റ്സ് ഒക്കെ പഠിച്ചിട്ട് പോകണം. അപ്പൊ വളരെ സെലക്ട് ചെയ്ത് വളരെ സ്മാർട്ടായിട്ട് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്സ് ഒന്നും സ്കിപ്പ് ചെയ്യാണ്ട് പഠിക്കുമ്പോൾ കൃത്യമായിട്ട് മനസ്സിലാക്കി ഇവിടെ സ്പെഷ്യൽ മെജോറിറ്റി വേണോ അല്ലെങ്കിൽ ഇവിടെ കേവല ഭൂരിപക്ഷം, ഇതൊക്കെ ആലോചിച്ച് നോക്കി കൃത്യമായിട്ട് വളരെ പ്ലാൻ ചെയ്ത് നിങ്ങൾ പഠിച്ചിട്ട് പോയാൽ ഇന്ത്യൻ ഭരണഘടനയിലെ മുഴുവൻ മാർക്കും നമ്മുടെ കയ്യിൽ കിട്ടും. അത് നമ്മുടെ റാങ്കിന് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ഇതുപോലെ എല്ലാ സബ്ജക്റ്റും നന്നായിട്ട് പ്രിപ്പയർ ചെയ്ത് നിങ്ങൾക്ക് എല്ലാവർക്കും ലിസ്റ്റിലോട്ട് എത്താനായിട്ട് സാധിക്കട്ടെ. ഹൃദയം നിറഞ്ഞ ആശംസകൾ എല്ലാവർക്കും തരുവാണ്. ഓൾ ദി വെരി ബെസ്റ്റ്. അപ്പം നമുക്ക് വീണ്ടും കാണാം. ബൈ. താങ്ക് യു.